എല്ലാവർക്കും കൂട്ടക്ഷരങ്ങളുടെ മറ്റൊരു ലൈവ് പരിപാടിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജയശ്രീ ജോൺ. കൂട്ടക്ഷരങ്ങളുടെ 2 എഡിറ്റർമാരിലും ഒരാളാണ് ഞാൻ. മറ്റൊരാൾ പവിത്രമണി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ആരെങ്കിലും ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യണേ. കഴിഞ്ഞ ദിവസം ഞാൻ അനുപല്ലവി പാടിയിട്ട് പല്ലവി ചോദിക്കുന്ന ഒരു പരിപാടി നടത്തിയിരുന്നു. അന്ന് എല്ലാവരും പറഞ്ഞു ഞാൻ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എന്ന്. കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ കണ്ടുപിടിച്ച് വരണം എന്ന് ഞാൻ ഉദ്ദേശിച്ചു. പക്ഷേ ഞാൻ എത്ര ശ്രമിച്ചാലും ഒത്തിരി ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊന്നും നിങ്ങളോട് ചോദിക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. ഞാൻ കുറേ ചോദ്യങ്ങൾ പിടിച്ച് വെച്ചിട്ടുണ്ട്. ബുദ്ധിമുട്ടാവുമോ ഇല്ലയോ എന്ന് അറിയില്ല, ചോദിച്ചു നോക്കാം. കുറച്ച് പഴയ പാട്ടുകളാണ്. ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. എന്തോ കാരണം കൊണ്ട് ഇന്നും എനിക്ക് കമൻറ്റുകൾ ലൈവിൽ കാണാൻ സാധിക്കുന്നില്ല. എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. തൽക്കാലം ഞാൻ ലാപ്ടോപ്പിൽ ഫേസ്ബുക്ക് തുറന്നു വയ്ക്കാം, അതേ രക്ഷയുള്ളൂ. ഓക്കെ, ഇപ്പം എനിക്ക് കമൻറ്റുകൾ കാണാൻ പറ്റുന്നുണ്ട്. അജിത് രാജ്, സ്വപ്ന മാംസ് പ്രസോ, നിഷിബായം, നിഷി എന്നിവരൊക്കെ ഹായ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഹായ്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കും ഇന്നെന്ന് പ്രതീക്ഷിക്കുന്നു. പണ്ട് ഏതോ ഒരു ലൈവ് ഞാൻ പറഞ്ഞ പോലെ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. ഈ കുഞ്ഞായിരുന്നപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച രാവിലെ സ്കൂളിൽ പോകാൻ തന്നെ നല്ല ഉത്സാഹമാണ്. കാരണം ഇനി അടുത്ത 2 ദിവസം അവധിയായിരിക്കുമല്ലോ എന്നുള്ളൊരു ചിന്തയൊക്കെ കാരണം. പവിത്ര, ഷൈബി, ഷാജു എന്നിവരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇന്ന് വെള്ളിയാഴ്ച അതിൻ്റെ ഒരു പ്രത്യേക സന്തോഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി വ്യൂവേഴ്സ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുണ്ട്. അവർക്കൊക്കെ വെള്ളിയാഴ്ച അവധിയാണെന്ന് തോന്നുന്നു. അപ്പം ഫ്രീ ആയിട്ടിരിക്കുന്നതുകൊണ്ട് അവർ വരുമോ, അതോ എവിടെയെങ്കിലും പുറത്ത് കറങ്ങാൻ പോകുന്നത് കൊണ്ട് വരാതിരിക്കുമോ? എന്തായാലും നോക്കാം. ഞാനൊരു 2-3 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം, കുറച്ച് പേരും കൂടെ വരുന്നത് നോക്കിയിട്ട്. കൂട്ടക്ഷരങ്ങളുടെ ഈ ലൈവ് പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഞാൻ നേരത്തെയും ചോദിച്ചിരുന്നു. ഇപ്പോൾ പറയൂ, നിങ്ങൾക്ക് ഇഷ്ടമാണോ ഈ ലൈവ് പ്രോഗ്രാം, നിങ്ങളോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതൊക്കെ? അതുപോലെ തന്നെ സീരിയസ് ആയ ചോദ്യങ്ങളാണോ, തമാശ ചോദ്യങ്ങളാണോ, പാട്ടാണോ, സിനിമയാണോ, എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം? അജിത് രാജ് പറയുന്നു വെള്ളിയേക്കാൾ ശനിയാണ് സന്തോഷം എന്ന്. വെള്ളിയാഴ്ച നമ്മളിങ്ങനെ ആൻറ്റിസിപ്പേഷൻ തുടങ്ങുമല്ലേ, നാളെ അവധിയാണെന്ന്. അപ്പം ഒരു സന്തോഷം തുടങ്ങുന്ന ദിവസമായിരിക്കും വെള്ളിയാഴ്ച. ഞായറായ പിന്നെ വിഷമം തുടങ്ങുന്നു. ശരിയാ, ഞായറാഴ്ച വൈകുന്നേരം പണ്ടൊക്കെ ഈ ദൂരദർശനിലെ സിനിമ കാണത്തില്ലായിരുന്നു നമ്മൾ. ആ സിനിമയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ സിനിമ തീരാറാകുമ്പോഴത്തേക്കും സങ്കടം ഇങ്ങനെ കൂടിക്കൂടി വരുവാ. ഞായറാഴ്ച തീരുന്നു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. വിമിത വന്നിട്ടുണ്ട്. ലൂസി ജോൺ എൻ്റെ അമ്മയാണ്, അമ്മ വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് ഇന്നത്തെ കുറേ പാട്ടുകളൊക്കെ അറിയാൻ സാധ്യതയുണ്ട്. ഞാൻ എൻ്റെ പാട്ടുകളൊക്കെ പഴയ പാട്ടുകളൊക്കെ പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കേട്ടിട്ടുള്ളത് ആദ്യം അമ്മ പാടി കേട്ടിട്ടാണ്. അപ്പം മിക്ക പാട്ടുകളുടെയും എന്താ പറയണ്ടേ, ഒരു സീനിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് അഭിനയിക്കുന്നത് എന്നൊന്നും എനിക്കത്ര നിശ്ചയം ഇല്ല. കൂടുതലും അമ്മ പാടി കേട്ടിട്ടുണ്ട്. പിന്നെ കേട്ടിട്ടുള്ളത് റേഡിയോയിൽ നിന്നൊക്കെ ആയതുകൊണ്ട്. പിന്നെ നമ്മളുടെ ദൂരദർശനിലായിരുന്നോ ഏഷ്യാനെറ്റിലായിരുന്നോ ഒരു പ്രോഗ്രാം ഇല്ലായിരുന്നോ പഴയ പാട്ടുകൾ അവതരിപ്പിക്കുന്നത്, എന്തോ സ്മൃതി അങ്ങനെ എന്തോ ഒരു പേര്, ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആ ഒരു പ്രോഗ്രാം പഴയ പാട്ടുകൾ കാണിക്കുന്നത്, അതിലൂടെയാണെന്ന് തോന്നുന്നു നമ്മളൊക്കെ പഴയ പാട്ടുകൾ കൂടുതലും കണ്ടിട്ടുള്ളത്. ശ്രീദേവി, സുനന്ദ മഹേഷ് എല്ലാവരും ഹായ് പറയുന്നുണ്ട്. ഷൈബി ഷാജു പ്രോഗ്രാം ഇഷ്ടമാണെന്ന് പറയുന്നു, താങ്ക് യു. പാചക ചോദ്യം ഇഷ്ടമായോ എന്ന് ആശാ റോസ് ഷൈജു ചോദിക്കുന്നു. ഇഷ്ടമായി എന്ന് തോന്നുന്നു. ഒത്തിരി പേര് ആ ലൈവ് കണ്ട ഒത്തിരി പേരുണ്ട്. ഈ ലൈവ് പ്രോഗ്രാം കഴിഞ്ഞാലും നമ്മളുടെ FB പേജിൽ വീഡിയോ സെക്ഷനിൽ എല്ലാ ലൈവുകളും കിടപ്പുണ്ട് കേട്ടോ. നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും കാണണമെങ്കിൽ അവിടെ പോയി കാണാവുന്നതാണ്. അപ്പോൾ സന്തോഷ് ബാലാനന്ദൻ,
കുറേ അധികം പേര് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ സ്മൃതിലയം എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്, ഞാൻ മുമ്പേ ചോദിച്ചത്. അതെ, സ്മൃതിലയം പരിപാടിയിൽ കൂടിയാണെന്ന് തോന്നുന്നു നമ്മൾ ഈ പഴയ പാട്ടുകളൊക്കെ കണ്ടത്. കേൾക്കുന്നത് നമ്മൾ അതിന് മുൻപ് തന്നെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ കാര്യത്തിൽ അമ്മ പാടിയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ അമ്മ കേട്ടോണ്ടുണ്ടല്ലേ എന്ന് വിമിത. അതെ അതെ, അമ്മ അവിടെ കറക്റ്റായിട്ട് പ്രോഗ്രാം കണ്ടുകൊണ്ട് ഇരിപ്പുണ്ട്. അപ്പോൾ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇത്രയും ആമുഖം പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, പഴയ പാട്ടുകൾ പാടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചിരിച്ച തെറ്റുകുറ്റങ്ങളൊക്കെ വന്നാലും നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. കാരണം ഇതൊന്നും അധികം കേട്ടിട്ടില്ല, ഓർമ്മയിൽ നിന്നൊക്കെ എടുത്ത് പാടുന്നതാണ്. ഹഫ്സത്ത് സുന്ദരി എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നെയാണ് എന്ന് ഞാൻ ഊഹിക്കുന്നു. ഇനി എന്നെ അല്ലെങ്കിൽ എനിക്ക് വിഷമം വരുമെന്നുള്ളതുകൊണ്ട് ആരെയാണ് പറഞ്ഞതെന്ന് പറയണ്ട. സോണി, രമ്യ, ശ്രുതിലയം, ചിത്രഗീതം അല്ല, ശ്രുതിലയം അല്ല, സ്മൃതി ലയം ആരോ പറഞ്ഞല്ലോ, ആ പ്രോഗ്രാമാണ്. ഞാൻ പെട്ടെന്ന് പേര് കിട്ടിയില്ല. ലൈവിനെ പറ്റി പലരും പല അഭിപ്രായം പറയുന്നുണ്ട്. രമ്യ ഭാരതി പറയുന്നു, എന്നാലും എന്നെപ്പോലെ വീണെടുത്ത് കിടന്ന് ഉരുളുന്ന റെക്കോർഡ് ആരും തകർത്തില്ല എന്ന്. രമ്യയുടെ ലൈവിനെ പറ്റിയാണ് രമ്യ പറയുന്നത്. അജിത് രാജ് പറയുന്നു, അമ്മയെ നാണം കെടുത്തരുതെന്ന്. ശരിയാണ്. അപ്പം ഞാൻ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇന്ന് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ വേണമെന്ന് ഒത്തിരി പേര് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ കുറച്ച് ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് നിങ്ങളോട്. ആദ്യത്തെ ചോദ്യം, ഞാനിത് എൻ്റെ അനുപല്ലവി പാടണോ അതോ മൂളണോ, എന്താണ് ചെയ്യേണ്ടത്? ഒന്ന് മൂളി നോക്കാം. നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വരികൾ പാടാം, അതല്ലേ നല്ലത്. ഒന്നുകൂടി ചെയ്ത് തകർക്കുന്നു എന്ന് രമ്യയോടാണ്. രമ്യ അതിന് ഉത്തരം പറഞ്ഞോളുക. അപ്പം ഞാൻ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. എനിക്കിപ്പോൾ കിട്ടിയ ഒരു ഐഡിയ ഞാൻ പറയാം. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാം, നിങ്ങൾ പാട്ട് ഏതാണെന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് ആ പാട്ടിനെ ബേസ് ചെയ്ത് ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കാം. അതായത് ഒരു ചോദ്യത്തിന് അനുബന്ധമായിട്ട് ഒരു ഉപചോദ്യം, 1-2 ഉപചോദ്യങ്ങൾ കൂടി ചോദിക്കാം. അപ്പം ഇന്ന് പോയിന്റുകൾ വാരി വെതറാൻ പോവുകയാണ്. 10 ക്വസ്റ്റ്യനാണ് ഉള്ളത്. 10 പോയിന്റുകൾ മാത്രമല്ല, ഓരോ ചോദ്യത്തിൻ്റെയും കൂടെ 1-2 എക്സ്ട്രാ ചോദ്യങ്ങളും കൂടെ ഞാൻ ചോദിക്കാം. അപ്പോൾ എല്ലാവർക്കും ഉത്തരം പറയാനും പോയിന്റുകൾ നേടാനുമുള്ള അവസരമാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ഒരു പാട്ടിന്റെ അനുപല്ലവി പാടും. ഇന്നത്തേതെല്ലാം പഴയ പാട്ടുകളാണ്. മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിർത്താമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും 1-2 എണ്ണം ആ ഒരു കളർ ടോൺ വരുന്ന ആ കാലഘട്ടത്തിലെ പാട്ടുകളും ഉണ്ട്. എല്ലാം ഫേമസ് പാട്ടുകൾ തന്നെയാണ്. ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് പോപ്പുലർ പാട്ടുകൾ ഒഴിവാക്കി കടുപ്പമുള്ള പാട്ടുകളൊന്നും നിങ്ങളോട് ചോദിക്കാൻ, ആരും കേൾക്കാത്ത പാട്ടുകളൊന്നും കണ്ടുപിടിച്ച് വന്ന് ചോദിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പോപ്പുലർ പാട്ടുകൾ തന്നെയാണ്. അപ്പോൾ ചോദിക്കാൻ പോകുന്നു. ആദ്യത്തെ ചോദ്യം, ഞാൻ മൂളാനാണ് പോകുന്നത്. നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ 2 വരി പാടാം. അനുപല്ലവിയാണ് മൂളാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കേട്ടുകൊള്ളുക. ആദ്യത്തെ ചോദ്യം. ഇത് ഏത് പാട്ടാണ് എന്നതാണ് ചോദ്യം. പാട്ട് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ പേനയൊക്കെ എടുത്ത് റെഡിയായിട്ട് നിൽക്കുകയാണ് ആദ്യം ആരുടെയാണെന്ന് എഴുതാനായിട്ട്. പവിത്ര യൂട്യൂബ് പ്ലേ 70s മലയാളം സോങ്സ് എന്ന് പറയുന്നുണ്ട്. എന്നാലും കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. മിനു, ഫൈസൽ, ജിഷ റെജു, ആർഷ മനു, വിനീത് വിജയൻ, ആഷ റോസ്, ഷൈജു, അജിത് രാജ്, പവിത്ര ഉണ്ണി എല്ലാവരും ഉത്തരം പറയുന്നുണ്ട്. മഞ്ജു ശ്യാം പറഞ്ഞിരിക്കുന്നത് ഞാൻ പാടിയ വരികളാണ്. ശരിക്ക് പാട്ടിന്റെ പല്ലവിയാണ് പാടേണ്ടത്. നിഷിബ, ശ്രീദേവി, ബിന്ദു, എനിക്കിന്ന് കമന്റ് ഇടാൻ ഇഷ്ടം പോലെ സമയം കിട്ടും, കാരണം എനിക്ക് ഉത്തരവൊന്നും അറിയില്ലല്ലോ എന്ന് ബിന്ദു രാജേഷ് പറയുന്നു. അല്ല, ഈ പാട്ടുകളിൽ പലതും പുതിയ കാലത്തെ സിനിമകളിലും വന്നിട്ടുള്ള പാട്ടുകളാണ്. ഓണം പിറന്നാലും എന്ന് പറയുന്നു ജലജ. നിഷ ബിജു മാണിക്യ വീണ പറയുന്നു. ആഷ റോസ് ഷൈജു നീ മധുപകരുവാണ് എന്ന് പറയുന്നു. ഞാൻ ഉത്തരം പറയട്ടെ. കുറേ അധികം പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് റെക്കോർഡ് നമ്പർ ഓഫ് പീപ്പിൾ ആണല്ലോ ഇത് കാണാനുള്ളത്. ഫ്രൈഡേ ആയതുകൊണ്ട്, ഹോളിഡേ ആയതുകൊണ്ട് കൂടെയാണെന്ന് തോന്നുന്നു. ഒത്തിരി പേര് കാണാനും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൂളിയ ഭാഗം പാടാം, അതിൻ്റെ കൂടെ ഉത്തരവും കൂടി പറയാം. അത് കഴിഞ്ഞിട്ട് ഇതിനോടനുബന്ധിച്ച് വേറെ 1-2 ചോദ്യങ്ങൾ കൂടി ഞാൻ ചോദിക്കാവേ. പാടിയ ഭാഗം ഇതായിരുന്നു. മഞ്ഞു കൊഴിഞ്ഞല്ലോ, മാമ്പൂ കൊഴിഞ്ഞല്ലോ, പിന്നെയും പൊന്നു
മാണിക്യ വീണയുമായി എൻ മനസ്സിൻ്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണ മീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. എൻ്റെ സ്ക്രീനിൽ ആദ്യമായിട്ട് ഉത്തരം പറഞ്ഞത് മിനു ഫൈസലാണ്. മിനു ഫൈസൽ അല്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കൺഫേം ചെയ്യണേ. മിനുവിനാണ് ഞാൻ 1 പോയിന്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ചിത്രത്തോട് ഈ പാട്ടിനോടനുബന്ധിച്ച് വേറൊരു എളുപ്പമുള്ള ഒരു ചോദ്യം കൂടി ഞാൻ വേഗം ചോദിക്കുകയാണ്. മിനു ഫൈസൽ ആണല്ലോ അല്ലേ ആദ്യം? ആരും കൺഫേം ചെയ്ത് പറയുന്നില്ല. ആരെങ്കിലും ഒന്ന് പറയാമോ മിനു ആണോ എന്ന്? ഞാനിവിടെ സ്ക്രോൾ ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ മിനു ആണെന്ന് ബിന്ദു രാജേഷ് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. അപ്പോൾ എൻ്റെ അടുത്ത ചോദ്യം ഇതാണ്. മാണിക്യ വീണയുമായ എന്ന ഈ പാട്ട് ഏത് സിനിമയിലേതാണ്? പെട്ടെന്ന് ഉത്തരം പറയൂ. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഞാൻ പോയിന്റുകൾ വാരി വിതറുന്ന ദിവസമാണ്. മാണിക്യ വീണയുമായി എന്ന പാട്ട് ഏത് ചിത്രത്തിലേതാണ്, ഏത് സിനിമയിലേതാണ്? സിനിമയുടെ പേരാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത്. ഉത്തരങ്ങൾ പോരട്ടെ. ശ്രീദേവി നമ്പ്യാർ, വിനീത, നിഷ റോസ്, അജിത് രാജ്, മഞ്ജു ശ്യാം എല്ലാവരും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഉത്തരം ശരിയാണ്. കാട്ടുപൂക്കൾ എന്ന ചിത്രത്തിലെ പാട്ടാണ്. ആദ്യം പറഞ്ഞത് ശ്രീദേവി നമ്പ്യാരാണ്. ശ്രീദേവിക്ക് ഞാൻ 1 പോയിന്റ് കൊടുക്കുന്നു. പവിത്ര, ഞാൻ പോയിന്റ് കൊടുക്കുന്നത് അവരല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. ശ്രീദേവി നമ്പ്യാറിന് ഞാൻ 1 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനോട് കൂടി ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കാം. പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയിൽ അഭിനയിച്ചവരുടെ പേരുകൾ. ഇതില് ഈ നിൻമുഖത്തു നിന്ന് മറഞ്ഞൊരു പുഞ്ചിരി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ആരുടെ മുഖത്തു നിന്നാണ് പുഞ്ചിരി മറഞ്ഞത് എന്നാണ് അടുത്ത ചോദ്യം. നടിയുടെ പേര്, ഈ സിനിമയിലെ നായികയുടെ പേര് പറയണം. ചേട്ടാ, ചോദ്യം ചോദിച്ച് തീർക്കാൻ പോലും സമ്മതിക്കുന്നില്ല. അതിനു മുമ്പേ ഉത്തരവുമായിട്ട് വരികയാണ്. ഇന്നെല്ലാവരും പോയിന്റ് വാങ്ങിച്ച് തകർക്കുന്ന ലക്ഷണമാണ്. ഞാൻ ക്ലൂ ഒക്കെ പറയാൻ വരുമായിരുന്നു. ഈ നടിയുടെ മകൾ പിന്നീട് 90കളിൽ പ്രസിദ്ധയായ ഒരു നടിയായിട്ടുണ്ട്. ആരാണ് ആദ്യം ഉത്തരം പറഞ്ഞതെന്ന് നോക്കട്ടെ. ജിഷ റെജോ പറഞ്ഞിട്ടുണ്ട് ദേവികയും മധുവുമാണെന്ന്. ശരിയാണ്, ദേവികയാണ്. ദേവികയുടെ മകളുടെ പിൽക്കാലത്ത് പ്രസിദ്ധ നടിയായ മകളുടെ പേര് നിങ്ങൾക്കറിയാമോ? പറയാമോ? ബിന്ദു രാജേഷ് പറയുന്നുണ്ട് കനക. അപ്പം ഇപ്പം മനസ്സിലായല്ലോ, എന്നെ കൊണ്ട് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റത്തില്ല. ഞാൻ എന്ത് ചോദ്യമായിട്ട് വന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഉത്തരം അറിയാം. അപ്പോൾ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ഒരു അനുപല്ലവി മൂളാൻ തന്നെയാണ് പോകുന്നത്, പാടുന്നില്ല. പാടുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് പിടികിട്ടും, മൂളുമ്പോൾ കുറച്ചെങ്കിലും സംശയം ഉണ്ടെന്ന് തോന്നുന്നു. പവിത്രയ്ക്ക് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ദേവികയാണ് ഈ ചിത്രത്തിലെ നായിക. ദേവികയുടെ മകൾ കനകയാണ്. നമുക്കൊക്കെ അറിയാവുന്ന വിയറ്റ്നാം കോളനി, ഗോഡ് ഫാദർ സിനിമയിലൊക്കെ നായികയായിട്ട് അഭിനയിച്ച കനകയുടെ അമ്മയാണ് ദേവിക. നടൻ മധുവാണ്. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. പാട്ടിന്റെ അനുപല്ലവിയാണ്. പാട്ട് ഏതാണെന്ന് പറയുക. ഇത്രേ പാടുന്നുള്ളൂ. ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ശ്രീദേവി നമ്പ്യാർ, അജിത് രാജ്, ജിഷ റെജോ, സഹ്ല, അമ്മ വരെ പറഞ്ഞിട്ടുണ്ട്, ലൂസി ജോൺ. പൊന്മലകൾ എന്ന് ബിന്ദു രാജേഷ് പറയുന്നു. പൊന്മലകളല്ല, പാട്ട് ഇങ്ങനെയായിരുന്നു. പൊന്നലകൾ ഞൊറിഞ്ഞൊടുത്ത് പോകാനൊരുങ്ങുകയാണല്ലോ, മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാള് കൂടണം, ശിവരാത്രി കാണണം നീ, ആലുവ ശിവരാത്രി കാണണം നീ, പെരിയാറേ പർവ്വത നിരയുടെ പനിനീരേ,
കുളിരും കൊണ്ടു കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു ഞാൻ. അപ്പോൾ ഇതായിരുന്നു പാട്ട്. ശ്രീദേവി നമ്പ്യാരാണ് ആദ്യമായിട്ട് ഉത്തരം പറഞ്ഞത്. ഞാൻ ശ്രീദേവിക്ക് ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. പലരും പറയുന്നു എനിക്ക് കുറേ ഉത്തരങ്ങൾ വന്നതിന് ശേഷമാണ് ചോദ്യം വരുന്നതെന്ന്. നെറ്റ് സ്ലോ ആണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഒന്ന് റീഫ്രഷ് ഒക്കെ ചെയ്ത് നോക്കൂ. എല്ലാവരും ഗൂഗിൾ ചെയ്ത് ഇത് ഏത് സിനിമയിലേതാണ് എന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ആ ചോദ്യം ചോദിക്കുന്നില്ല. ഭാര്യ എന്ന സിനിമയിലെ പാട്ടാണിത്. എൻ്റെ ചോദ്യം വേറെയാണ്. ഒരു പ്രസിദ്ധ ഗാനരചയിതാവ് മ്യൂസിക് ഡയറക്ടർ കോംബോയുടെ പാട്ടാണിത്. അവരാരൊക്കെയാണ്? രണ്ടുപേരുടെയും പേര് എഴുതണം. ഗാനരചയിതാവിൻ്റെയും മ്യൂസിക് കൊടുത്തയാളിൻ്റെയും പേര്. അതാണ് ചോദ്യം. ക്ലൂ ഞാൻ തന്നെ തന്നല്ലോ. ഭാര്യ എന്ന സിനിമയിലെ പാട്ടാണ് എന്ന് ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്കെല്ലാം ഓടിച്ചെന്ന് ഇനി ഗൂഗിൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഗൂഗിൾ ചെയ്യാതെ തന്നെ ഉത്തരം ഒന്ന് പറഞ്ഞു നോക്കൂ. പ്രസിദ്ധരാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. മതേതരത്വമുള്ള പാട്ടാണിത് എന്ന് പവിത്ര പറയുന്നത് ശരിയാണ്. അടുത്ത സ്റ്റാൻസയിൽ ആലുവ ശിവരാത്രി കാണണം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോകുന്നുണ്ട്. ശ്രീദേവി നമ്പ്യാർ പി ഭാസ്കരൻ ദേവരാജൻ എന്ന് പറയുന്നു. അജിത് രാജ് വയലാർ ദേവരാജൻ എന്ന് പറയുന്നു. വേറെയും ഉത്തരങ്ങളുണ്ടോ എന്ന് നോക്കട്ടെ. ലൂസി ജോൺ അമ്മ പറയുന്നു വയലാർ ദേവരാജൻ എന്ന്. ഉത്തരം കണ്ടിട്ടാണ് ചോദ്യം കേൾക്കുന്നതെന്ന് ഒത്തിരി പേര് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലൊക്കെ മഴയായതുകൊണ്ടുള്ള ഡേറ്റയുടെ വല്ല പ്രശ്നമായിരിക്കുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അജിത് രാജാണ് എൻ്റെ സ്ക്രീനിൽ ആദ്യമായിട്ട് ഉത്തരം പറഞ്ഞത്. വയലാർ ദേവരാജൻ എന്നതാണ് ശരിയായ ഉത്തരം. ആഷാ റോസ്, ഷൈജു, നിഷ റോസ്, മിനു ഫൈസൽ എല്ലാവരും ഉത്തരം പറയുന്നുണ്ട്. ഞാൻ അജിത്തിനാണ് ഒരു പോയിന്റ് കൊടുക്കുന്നത്. ഒരു ചോദ്യം കൂടി ഇതിനോടനുബന്ധിച്ച് ചോദിക്കാം. ഈ സിനിമയുടെ സംവിധായകൻ ആരാണ്? ക്ലൂ വേണമെങ്കിൽ പറയണേ. ഈ സിനിമയുടെ സംവിധായകൻ ആരാണ്? നിങ്ങൾ ഗൂഗിളിൽ പോകാതെ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുന്നേ. നിങ്ങൾക്ക് തോന്നുന്ന കറക്റ്റാണെന്ന് തോന്നുന്ന ഉത്തരം ടൈപ്പ് ചെയ്യുക. അതൊക്കെയല്ലേ ഒരു രസം. അറിവുള്ളവർ പറയുന്നു ഉത്തരം കേട്ടിരിക്കാമെന്ന് ലേഖ ജസ്റ്റിൻ പറയുന്നു. അജിത് ഫസ്റ്റ് എന്ന് പവിത്ര പറഞ്ഞിട്ടുണ്ട്. അജിത്ത് ഞാൻ ഒരു പോയിന്റ് കൊടുത്തു. ഈ സിനിമയുടെ സംവിധായകൻ ആരാണ്? ആ പേര് നമുക്കൊക്കെ സുപ്രസിദ്ധമാണ് 2 കാരണങ്ങൾ കൊണ്ട്. ഞാൻ കാരണങ്ങൾ പറയുന്നില്ല. അതിനു മുമ്പ് തന്നെ പലരും ഉത്തരം പറയുന്നുണ്ട്. കുഞ്ചാക്കോ ആണ് എന്ന് എൻ്റെ അമ്മ ലൂസി ജോൺ പറയുന്നു. സേതുമാധവൻ ആണ് എന്ന് പവിത്ര ഉണ്ണി പറയുന്നു. ശ്രീദേവി നമ്പ്യാർ കുഞ്ചാക്കോ ആണെന്ന് പറയുന്നു. ഞാൻ ക്ലൂ ആയിട്ട് പറയാൻ ഉദ്ദേശിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ, അതേ പേരുള്ള കൊച്ചുമകൻ ഇപ്പോൾ ഒരു സുപ്രസിദ്ധ നടനാണ് എന്നാണ് പറയാൻ വന്നത്. പക്ഷെ അതിന് മുമ്പ് തന്നെ ഉത്തരം പറഞ്ഞു. അമ്മയാണ്, എൻ്റെ അമ്മ ലൂസി ജോണാണ് ആദ്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ട് എനിക്ക് കാണുന്നത്. ഞാൻ ഒരു പോയിന്റ് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് പോയിന്റുകൾ വാരി വിതറുന്ന ദിവസമാണെന്ന്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. അടുത്ത അനുപല്ലവി ഞാൻ മൂളാൻ പോവുകയാണ്. പാട്ട് ഏതാണ് എന്ന് പറയുക. ഒത്തിരി പേര് പറയുന്നുണ്ട് കുഞ്ചാക്കോ ആണെന്ന്. മിനു ഫൈസൽ, ആഷാ റോസ്, ഷൈജു പലരും പറയുന്നുണ്ട്. ഒത്തിരി പേർക്ക് നെറ്റ് സ്ലോ ആണെന്ന് പറയുന്നു. എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 3ാമത്തെ അനുപല്ലവിയാണ് പാടാൻ പോകുന്നത്, മൂളാൻ പോകുന്നത്. അപ്പം ഇതാണ് പാട്ട്. ഇത് ഏത് പാട്ടിന്റെ അനുപല്ലവിയാണ് എന്നതാണ് ചോദ്യം. അജിത് രാജ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അജിത് വള്ളോലിയുടെ മുഖം ഒരു സൈഡിലേക്ക് കൂടിപ്പോയിരിക്കുന്നു. ആദ്യം ഉത്തരം പറയാൻ സാധിക്കാത്തതുകൊണ്ടാണ് എന്ന് തോന്നുന്നു. ഇനിയും ഉത്തരങ്ങൾ വരുന്നുണ്ട്. സഹ്ല യാസർ, ലൂസി ജോൺ, ജിഷ റെജോ, സിന്ധു, നിസ അഷ്റഫ്. അപ്പോൾ പാട്ട് മൂളിയാലും മതി, എല്ലാവർക്കും പിടികിട്ടുന്നുണ്ട്. അജിത് രാജാണ് എൻ്റെ സ്ക്രീനിൽ ആദ്യമായിട്ട് ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അജിത്തിന് ഞാനൊരു പോയിന്റ് കൊടുക്കുന്നു. പാട്ട് ഇതായിരുന്നു. മണിവിളക്കു വേണ്ട മുകിൽ കാണേണ്ട ഈ പ്രേമ സല്ലാപം, കളി പറഞ്ഞിരിക്കും കിളി തുടങ്ങിയല്ലോ നിൻരാഗ സംഗീതം.
കരളുകളിൽ വിരുന്നു വന്നു മായാത്ത മധുമാസം. നീ മായല്ലേ മറയല്ലേ നീലനിലാവൊളിയേ, നീ മധുപകരും മലർ ചൊരിയും അനുരാഗ പൗർണമിയേ. ഈ പഴയ പാട്ടുകളൊക്കെ കേൾക്കാൻ എന്ത് രസമല്ലേ, വരികൾക്കൊക്കെ എന്ത് നല്ല മീനിങ് ഒക്കെ ആയിട്ട്. പുതിയ പാട്ടുകൾക്ക് അങ്ങനെ ഇല്ല എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ കുറേ പേര് ഇപ്പോൾ ഉടനെ എന്നെ ആക്രമിക്കാൻ വരും. പുതിയ പാട്ടുകളിലും ഉണ്ട്, എങ്കിലും പഴയ പാട്ടുകളിൽ ഒരു 80% ഇങ്ങനെയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. മനോഹരമായ ഭാവന, മനോഹരമായ വരികൾ, നല്ല രസമല്ലേ കേൾക്കാൻ. അപ്പോൾ അജിത്തിന് ഞാൻ ഒരു പോയിന്റ് കൊടുത്തു. അടുത്ത ചോദ്യം ഇതാണ്, ഇത് ഏത് ചിത്രത്തിലെ പാട്ടാണ്? നീ മധുപകരൂ മലർ ചൊരിയൂ എന്നുള്ള പാട്ട് ഏത് ചിത്രത്തിലെ പാട്ടാണ്? ഞങ്ങൾക്ക് പഴയതും പുതിയതും എല്ലാം അറിയാം എന്ന് 90s കിഡ്സ് പറയുന്നു. പവിത്രയുടെ വകയാണ്. ശരിയാണ്, നമുക്കെല്ലാം അറിയാം. ശ്രീദേവി നമ്പ്യാർ, അജിത് രാജ്, ജിഷ രജു, ലൂസി ജോൺ, എല്ലാവരും ഉത്തരം പറയുന്നുണ്ട്. സഹ്ല യാസർ, ശരിയാണ്, മൂടൽ മഞ്ഞ് എന്നതാണ് ശരിയായ ഉത്തരം. ഫുൾ ഡീറ്റെയിൽസ്, ആ സിനിമയുടെ ഫുൾ ഡീറ്റെയിൽസ് ഇട്ട് തരുന്നുണ്ട്. മ്യൂസിക് ചെയ്തത് ഉഷ ഖന്നയാണ്, ലിറിക്സ് എഴുതിയത് പി ഭാസ്കരനാണ്. ഇനി ആ വക ചോദ്യങ്ങളൊന്നും ഞാൻ അടുത്ത് ചോദിക്കണ്ട എന്നുള്ള രീതിയിലാണ് പവിത്ര അമ്പടി എന്ന് പറയുന്നുണ്ട്. ഇത് ഉത്തരങ്ങളെല്ലാം പറഞ്ഞ ശ്രീദേവി നമ്പ്യാരോട് എല്ലാം ഫുൾ ഡീറ്റെയിൽസ് ആണ് കമൻറ്റിൽ ഇട്ടിരിക്കുന്നത്. പക്ഷേ ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ഞാൻ വേറെ ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. ഈ നീ മധുപകരു എന്ന പാട്ടിൻ്റെ സീനിൽ അഭിനയിച്ച നടനും നടിയും ആരാണ് എന്നതാണ് എൻ്റെ ചോദ്യം. അത് പറയൂ. ശ്രീദേവി നമ്പ്യാർ പറയുന്നു എൻ്റെ ഫേവറേറ്റ് സോങ് ആണ് എന്ന്. ആഷ റോസ് ഷൈജു മൂടൽ മഞ്ഞാണെന്ന് പറയുന്നു. അടുത്ത ചോദ്യം ഇതാണ്, ഈ സിനിമയിലെ നായകനും നായികയും ഈ പാട്ടിൽ അഭിനയിച്ചത് ആരൊക്കെയാണ് എന്ന് പറയുക. അങ്ങനെ ഞാൻ വെറുതെ വിടില്ല. നായകനും നായികയും ആരാണ് എന്ന് പറയണം. നായകൻ്റെയും മാത്രം പേര്, നായികയുടെ മാത്രം പേരൊക്കെ പറയുന്നുണ്ട് പലരും. ശ്രീദേവി നമ്പ്യാർ അതിന് ഉത്തരവും കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. നസീർ ഷീല എന്നാണ്. ജയശ്രീയോടാണ് കളിയല്ലേ എന്ന് പവിത്ര ചോദിക്കുന്നത്. അതെ, ഞാൻ ചോദ്യങ്ങൾ ഉണ്ടാക്കി ചോദിക്കുന്നു, നോക്കിക്കോ. അപ്പോൾ ശ്രീദേവി നമ്പ്യാരാണ് ഇതിന് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ പോയിന്റ് നില ഞാനൊന്ന് പറയാം. മിനു ഫൈസൽ 1 പോയിന്റ്, ശ്രീദേവി നമ്പ്യാർ 4 പോയിന്റോടുകൂടി ലീഡ് ചെയ്യുന്നു. ജിഷ റെജു 1 പോയിന്റ്, ലൂസി ജോൺ 1 പോയിന്റ്, അജിത് രാജ് 2 പോയിന്റോടുകൂടി 2ാം സ്ഥാനത്ത്. അപ്പോൾ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. അനുപല്ലവി മൂളാൻ പോവുകയാണ്. ഞാൻ സത്യം പറഞ്ഞ അനുപല്ലവി മുഴുവൻ അങ്ങ് പാടി. അത്രയും ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ ഇത് ഏത് പാട്ടാണ് എന്ന് പറയുക. പാട്ട് ചോദിച്ചു കഴിഞ്ഞ് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ആണ് ഉത്തരം കണ്ട് കഴിഞ്ഞിട്ടാണ് ചോദ്യം വരുന്നതെന്നൊക്കെ എല്ലാവരും പറയുന്നു. ശ്രീദേവിയെ പൂട്ടിയിടണം എന്ന് മഹേഷ് ശിവരാമപിള്ള പറയുന്നു. ശ്രീദേവി നമ്പ്യാർ ഈ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. മിനു ഫൈസൽ ഉത്തരം പറയുന്നു. ഞാൻ പാട്ടിന്റെ 2 ലൈൻ പാടാം. ഋതുദേവതയായി നൃത്തം വെച്ചു, മുനി കന്യകയായി പൂജിച്ചു, ഹിമഗിരി പുത്രിയായി തപസിരുന്നു, അവർ സ്വയം മരപ്പന്തലിലൊരുങ്ങി നിന്നു. ആഷ റോസ് ഷൈജു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ശ്രീദേവിയാണ് ആദ്യം കറക്റ്റ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ശ്രീദേവിക്ക് ഞാൻ 1 പോയിന്റ് കൊടുത്തു. പാട്ട് മനോഹരമായ ഒരു പാട്ടാണ്. പി ലീല പാടിയ ഒരു പാട്ടാണ്. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. ഇതാണ് പാട്ട്. ഈ പാട്ട് ഏത് സിനിമയിലേതാണ് എന്നതാണ് അടുത്ത ചോദ്യം. വേഗം ഉത്തരം പറയുക.
സണ്ണിയെ വിളിക്കുക, ശ്രീദേവിയെ പൂട്ടിയിടുക എന്ന് അജിത് രാജ് ആവശ്യപ്പെടുന്നു. ഞാൻ സ്പീഡുള്ള നെറ്റ് എടുത്തതിന് ശേഷം ഉത്തരം പറയാമെന്ന് ആശാ റോസ് ഷൈജു പറയുന്നു. ഒന്ന് FB റീഫ്രഷ് ചെയ്ത് നോക്കാവോ നിങ്ങളൊക്കെ? സഹല യാസർ പറയുന്നു ഇത് കടൽപ്പാലം എന്ന സിനിമയിലേതാണ് എന്ന്. അജിത് രാജ് ഗൂഗിൾ ചെയ്ത് വെച്ചിരുന്ന ഉത്തരം മൊത്തത്തിൽ എഴുതിയിട്ടുണ്ട്. കടൽപ്പാലം വയലാർ ദേവരാജൻ എന്ന് എഴുതിയിട്ടുണ്ട്. സഹല യാസറിനാണ് ഞാൻ ഇതിന്റെ പോയിന്റ് കൊടുക്കുന്നത്. ഒരു പോയിന്റ് സഹല യാസറിന് കൊടുത്തിരിക്കുന്നു. പിന്നെ ഗൂഗിൾ ചെയ്ത് വെച്ചിരിക്കുന്നവരോടെല്ലാം എനിക്ക് ഒരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ട്. ഓക്കെ, ഈ സിനിമയിൽ ഒത്തിരി നടന്മാരും നടിമാരും അഭിനയിച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്തെ പ്രസിദ്ധ നടന്മാരും നടിമാരും എല്ലാം ഈ സിനിമയിലുണ്ട്. അവരുടെ എല്ലാം പേരെഴുതാനൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. എൻ്റെ ചോദ്യം ഇതാണ്, ഒരു നടൻ ഈ സിനിമയിൽ ഡബിൾ റോളിലാണ് അഭിനയിച്ചിരിക്കുന്നത്. അത് ആരാണ് എന്ന് പറയുക. ഇതൊക്കെ നിങ്ങൾ എങ്ങനെ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കുമെന്ന് ഞാൻ നോക്കട്ടെ. കടൽപ്പാലം എന്ന സിനിമയിൽ ഡബിൾ റോളിൽ അഭിനയിച്ചിരിക്കുന്ന നടൻ ആരാണ് എന്നതാണ് അടുത്ത ചോദ്യം. ഈ സിനിമയ്ക്കകത്തുണ്ടല്ലോ ഒത്തിരി നല്ല പാട്ടുകളുണ്ട്. ഈ കസ്തൂരി തൈലമിട്ട് മൂടി മീനുക്കി മുത്തോട് മുത്തു വെച്ച വളകിലുക്കി. എൻ്റെ അമ്മയാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ലൂസി ജോൺ കറക്റ്റ് ഉത്തരം പറയുമെന്ന് എനിക്ക് ഏകദേശം ഉറപ്പുണ്ടായിരുന്നു. കാരണം ഇതൊക്കെ അറിയാം. ഉമ്മറാണോ എന്ന് ശ്രീദേവി നമ്പ്യാരും അജിത് രാജും ചോദിക്കുന്നു. ഉമ്മറല്ല. ഈ ഉജ്ജയിനിയിലെ ഗായിക എന്ന പാട്ട് നടക്കുമ്പോൾ ആ സീനിലുള്ളത് ഉമ്മറും ഷീലയുമാണ്. സത്യനാണ് ഈ സിനിമയിലെ ഡബിൾ റോളിൽ അഭിനയിച്ചിരിക്കുന്നത്. അച്ഛനും മകനും ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് സത്യൻ ഈ സിനിമയിൽ. അപ്പോൾ സത്യനാണ് കറക്റ്റുള്ള ഉത്തരം. ലാസ്റ്റ് പാട്ട് പാടിയാൽ മതി, അല്ലെങ്കിൽ ഗൂഗിൾ ഫുൾ പറയുമെന്ന്. ഓക്കെ. കൊട്ടാരക്കരയാണെന്ന് പലരും പറയുന്നു. അല്ല. ജലജ നാരായണൻ പറഞ്ഞു കൊട്ടാരക്കരയാണെന്നല്ല. മിനു ഫൈസൽ, ജിഷ റജു ഒക്കെ പറയുന്നുണ്ട് സത്യനാണ് എന്ന്. ശരിയാണ്, ഉത്തരം കറക്റ്റാണ്. അപ്പോൾ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. പാട്ടിൻ്റെ വരികൾ മൂളാൻ പോവാണേ. സദാനന്ദ് കുമാർ പറയുന്നു സത്യൻ അന്ധനായിട്ടാണെന്ന്. ശരിയാണ്, അച്ഛൻ സത്യൻ അന്ധനായിട്ട് കുറച്ച് കഴിയുമ്പോൾ കണ്ണിന് കാഴ്ച കിട്ടും, പക്ഷെ എന്നിട്ടും കിട്ടിയില്ല എന്നുള്ള മട്ടിൽ അഭിനയിച്ച് മക്കളുടെയൊക്കെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു റോളാണ്. അതെ, പാട്ടിന് മുമ്പ് 2 ചോദ്യം ചോദിക്കൂ എന്ന് അജിത് രാജ് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ മൂളിയ പാട്ട് ഏതാണെന്ന് ആദ്യം പറയൂ. ക്ലൂ വേണമെന്നുണ്ടെങ്കിൽ പറയണം. എന്തോ ഒരു വലിയ കമൻറ്റ് വന്നിട്ടുണ്ട്, ഞാനൊന്ന് വായിച്ചോട്ടെ. ഡേറ്റ് ആണെങ്കിൽ ബാക്കി എല്ലാ ആപ്സും ഓക്കെ. പവിത്ര നിങ്ങൾക്ക് ഒരു ഹാക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ബാക്കിയുള്ള ആപ്പുകളെല്ലാം ക്ലോസ് ചെയ്ത് റൗട്ടറിൻ്റെ മോഡത്തിൻ്റെ അടുത്ത് പോയി ഇരിക്കുക എന്ന് ഉള്ളൊരു ഉപദേശം പവിത്ര തരുന്നുണ്ട്. ഉത്തരം ഏതാണെന്ന്, ശരി ഉത്തരം ഏതാണെന്ന് കുറച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ മതി എന്നാണ് എല്ലാവരും പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ശരി ഉത്തരം ഏതാണെന്ന് പറയുന്നില്ല. എൻ്റെ ഓക്കെ, മിനു ഫൈസലാണ് ആദ്യം ഉത്തരം പറഞ്ഞത്. എൻ്റെ അടുത്ത ചോദ്യം ഇത് ഏത് സിനിമയിലേതാണ് എന്നാണ്. പറയൂ. പാട്ട് പറയാത്തതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ആൾക്കാർ പറയുമെന്ന് പ്രതീക്ഷിക്കാം. ഈ പാട്ട് ഏത് സിനിമയിലേതാണ് എന്നതാണ് അടുത്ത ചോദ്യം. ഒത്തിരി പേര് ഇതിൻ്റെ ഉത്തരം പറയുന്നുണ്ട്. വരികൾ പാടാനാണ് പവിത്ര ആവശ്യപ്പെടുന്നത്. ഓക്കെ, എങ്കിൽ ഞാൻ വരികൾ പാടാം. കൺഫ്യൂഷൻ ആവുന്നുണ്ട് എന്ന് തോന്നുന്നു. വരികൾ ഞാൻ പാടാം. ആദ്യമായിട്ട് പാട്ട് ശരിയായിട്ട് പറഞ്ഞത് മിനു ഫൈസലാണ്.
ഇതിൻ്റെ ചിത്രം ശരിയായിട്ട് പറഞ്ഞത് അജിത് രാജാണ് എന്നും തോന്നുന്നു. ഒന്ന് കൺഫേം ചെയ്യണേ പവിത്ര. പാട്ട് ഇതായിരുന്നു. എനിക്കും നാവിലിൻ പാട്ടുണ്ടല്ലോ, തുടുക്കും കവിളിലിൻ പാടുണ്ടല്ലോ. ഇതാണ് ഞാൻ ചോദിച്ച ചോദ്യം. ഉത്തരം പൂമാനം പൂത്തുലഞ്ഞി പൂവള്ളിക്കൊടിലിൻ്റെ കരളുണർന്നു കിടി, തെളിഞ്ഞു പുഴയും വയലും പൊന്നോണം കാത്തു നെഞ്ചും പൂമാനം. ജിഷ റജു, ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ ചോദ്യം അതല്ല. ഈ സിനിമയിൽ പ്രസിദ്ധരായ 3 ജോഡികളുണ്ട്. 3 ജോഡികളുടെ പേര് ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നോക്കട്ടെ. അജിത് രാജ് പറയുന്നു PJ ജോസഫിനെ ഓർമ്മ വരുന്നു. ശരിയാണ് കേട്ടോ. ഞാനത് പറയാൻ തുടങ്ങുമായിരുന്നു. കാരണം ഈ പാട്ട് PJ ജോസഫ്, നമ്മുടെ മുൻ മന്ത്രി PJ ജോസഫ് എപ്പോഴും ദൂരദർശനിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പാട്ട് എപ്പോഴും പാടി കേട്ടിട്ടുണ്ട്. ഈ പാട്ടിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് PJ ജോസഫിൻ്റെ പേരാണ്. ശ്രീദേവി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ശ്രീദേവിക്ക് ഒരു പോയിന്റ് ഞാൻ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചത് ഈ സിനിമയിൽ 3 ജോഡികളുണ്ട്, അതാരൊക്കെയാണെന്ന് കറക്റ്റായിട്ട് ഉത്തരം പറയാമോ എന്ന്. പലരും പറയുന്നുണ്ട്, പക്ഷേ അതൊന്നുമല്ല അതിൻ്റെ അകത്തെ ജോഡി. ആൾക്കാരുടെയൊക്കെ പേര് പറയുന്നുണ്ട്. എല്ലാം കൂടെ ഒറ്റ കമൻ്റായിട്ട് എഴുതുന്ന ആക്കെ ഞാൻ കൊടുക്കത്തുള്ളൂ. കാരണം പലത് നോക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ജയനുണ്ട്, ഷീലയുണ്ട്, കനകദുർഗയുണ്ട് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ജോഡികളായിട്ടൊന്ന് എഴുതാമോ? അല്ലെങ്കിൽ 6 പേരുടെ പേരെഴുതിയാലും മതി. ഇതുവരെ ആരും 6ഉം എഴുതിയിട്ടില്ല. എൻ്റെ കേൾവിശക്തി തിരിച്ചു കിട്ടിയെന്ന് വൈശാഖ് ജയ് പറയുന്നു. ഞാൻ എളുപ്പമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതൊന്നും അല്ലായിരുന്നു. നിങ്ങളുടെയൊക്കെ കംപ്ലൈൻറ്റ് അതങ്ങ് തീർത്ത് തരാനായിട്ടുള്ള ചോദ്യമാണ് ഇത്. വേഗം പറയൂ. അജിത്താണ് പേര് ഫസ്റ്റ്. അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അജിത്തിനാണ് ഞാനൊരു പോയിന്റ് കൊടുത്തത്. സുകുമാരൻ, ജയൻ, ജഗതി, ആരോ ഒരാൾ ഉത്തരം പറഞ്ഞിട്ടുണ്ടല്ലോ, നോക്കട്ടെ. ശ്രീദേവി നമ്പ്യാർ തന്നെയാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. സുകുമാരൻ, ജയൻ, ജഗതി, ശ്രീലത, കനകദുർഗ. ഒരാൾ കൂടിയുണ്ട്, മല്ലിക സുകുമാരൻ. എങ്കിലും ഞാൻ ശ്രീദേവിക്ക് പോയിന്റ് കൊടുക്കുകയാണ്, ഇത്രയെങ്കിലും പറഞ്ഞ സ്ഥിതിക്ക്. ജയൻ, കനകദുർഗ, സുകുമാരൻ, ഷീല, ജഗതി, മല്ലിക സുകുമാരൻ. ഇതായിരുന്നു അതിലെ ജോഡികൾ. പിന്നെ അവർ കൂടാതെ നന്ദിത ബോസ് ഉണ്ട്, ശ്രീലത നമ്പ്യാറുണ്ട്, ആരോ പറഞ്ഞ പോലെ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഒരു സുപ്രസിദ്ധമായ പാട്ടിൻ്റെ അനുപല്ലവിയാണ് മൂളുന്നത്. ഞാൻ ഇത് കഴിയുമ്പോഴേ പാട്ട് തന്നെ പറഞ്ഞേക്കാം, അത് ഉത്തരം കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാകുന്നു അല്ലെങ്കിൽ. അപ്പോൾ പാട്ടിൻ്റെ അനുപല്ലവി മൂളുന്നു. അനുപല്ലവി ഇതാണ്. ഇതാണ് അനുപല്ലവി. പാട്ട് ഏതാണെന്ന് പറയുക. പലരും പറയുന്നുണ്ട് ശ്രീദേവി, അജിത്ത്, ബിനോ മാത്യു, മഹേഷ് ശിവരാമപിള്ള, സുരേഷ്, പവിത്ര ഉണ്ണി. ശ്രീദേവിയാണ് എൻ്റെ സ്ക്രീനിൽ ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചത് ഇതായിരുന്നു. താമരപ്പൂ നീ ദൂരെ കണ്ടു മോഹിച്ചു, അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്ന് പൂവ് പൊട്ടിച്ചു, പിന്നെ തണ്ടുലഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്, പെണ്ണെ നിൻ കവിളിൽ
അറിഞ്ഞില്ലേ കൊതുമ്പൂ വള്ളം. ഇതാണ് ശരിയായ ഉത്തരം. ശ്രീദേവിക്കാണ് ഞാൻ പോയിന്റ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാനിരുന്നത് ഓൾറെഡി ഉത്തരം പലരും പറയുന്നുണ്ട്, റോസിയാണ് സിനിമ എന്ന് പറഞ്ഞു. ഓക്കെ, സമ്മതിച്ചു. എങ്കിൽ ഞാൻ ചോദ്യം മാറ്റി പിടിക്കാം. ഈ പെണ്ണിന് നാണം വന്നു, നാണം കൊണ്ട് കവിള് ചുവന്നു എന്നൊക്കെ പറയുന്നതിന് പകരമായിട്ട് കണ്ടു കവിളിൽ മറ്റൊരു താമരക്കാട് എന്ന കവിഭാവന എഴുതിയ കവി ആരാണ് എന്നതാണ് ചോദ്യം. ഉത്തരം അത് മാത്രം എഴുതുന്നവർക്കാണ്. എല്ലാവരും പോയി ഗൂഗിൾ ചെയ്തിട്ട് ഇതിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നുണ്ട്. എനിക്ക് GK തരികയാണ് നിങ്ങളുടെ ഉദ്ദേശം എന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ ഉത്തരം പറഞ്ഞവർക്ക് കൊടുക്കുന്നതല്ല, ഇനി ഉത്തരം പറയുന്നവർക്ക് കൊടുക്കുന്നുള്ളൂ. ഓക്കെ, വൈശാഖ് ജി പറയുന്നു P ഭാസ്കരനാണെന്ന്. അജിത് രാജ്, ജിഷ റജു റോസി എന്ന സിനിമയാണ്, ലൗഡ് സ്പീക്കറിലും ഈ പാട്ടുണ്ട് എന്ന് ജിഷ റജു പറയുന്നു. വൈശാഖ് ജയാണ് എൻ്റെ സ്ക്രീനിൽ ആദ്യം. വൈശാഖിന് ഞാൻ ഒരു പോയിന്റ് കൊടുക്കുന്നു. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കുന്ന വിവരങ്ങൾ മൊത്തം കമന്റ് ബോക്സിലോട്ട് ഇടാതെ അതൊക്കെ കയ്യിൽ സൂക്ഷിച്ചു വെക്കൂ. ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞാൽ പോരെ. ശ്രീദേവി നമ്പ്യാർ പറയുന്നു നോ ഗൂഗിൾ ടുഡേ എന്ന്. അതാണ് നല്ലത്, നല്ല കുട്ടിയുടെ ലക്ഷണം. അപ്പം ഞാൻ പോയിന്റ് നില ഒന്ന് വായിക്കാം. ശ്രീദേവി നമ്പ്യാർ 5, 6, 7, 8 പോയിന്റുമായിട്ട് മുന്നിട്ട് നിൽക്കുന്നു. അജിത് രാജ് 3 പോയിന്റുമായി 2ാം സ്ഥാനത്തുണ്ട്. മിനു ഫൈസൽ 2 പോയിന്റ്, ലൂസി ജോൺ 2 പോയിന്റുമായിട്ട് 3ാം സ്ഥാനത്ത്. ജിഷ റെജോ, സഹല യാസർ, വൈശാഖ് ജയ് എന്നിവർ ഓരോ പോയിന്റുമായിട്ട് അടുത്ത സ്ഥാനങ്ങളിലുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അനുപലവി മൂളാൻ പോവുകയാണ്. എല്ലാവരും കേട്ടോളുക. നെറ്റ് സ്ലോ ആണെന്ന് ഒത്തിരി പേര് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറേ പേർക്ക് കേൾക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഞാൻ കറക്റ്റായിട്ട് ഇവിടെ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം. ബാക്കിയുള്ളവർ പവിത്ര മുമ്പേ പറഞ്ഞ എന്തെങ്കിലും ഹാക്ക് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നെറ്റ് വൈഫൈ കട്ട് ചെയ്തിട്ട് ഡേറ്റയിൽ പോവുകയോ എന്തെങ്കിലും ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. ഇത്രേ ചോദിക്കുന്നുള്ളൂ. ഉത്തരങ്ങൾ പെട്ടെന്ന് വരട്ടെ. ഇതാണ് അനുപല്ലവി. ഏത് പാട്ടിൻ്റെ പല്ലവിയാണ് എന്നതാണ് ചോദ്യം. ക്ലൂ വേണം എന്നുണ്ടെങ്കിൽ പറയുക. ഉത്തരങ്ങൾ വരുന്നുണ്ട്. ജിഷ റെജു ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഒരു 5-6 പേരുടെ ഉത്തരം കൂടി നോക്കാം, എന്നിട്ട് തീരുമാനിക്കാം ഏതാണ് ശരിയെന്ന്. ഒന്നുകൂടി പാടണം. ഉത്തരം നോ 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 എന്ന് എഴുതി വിടുന്നു. ക്ലൂ വേണമെന്ന് നൂർജഹാൻ പറയുന്നു. ഞാൻ പാടാമെന്ന. പൊന്നമ്പല മതിലകത്ത് പുഷ്പം കൊണ്ട് തുലാഭാരം കണ്ണനാമുണ്ണിക്ക് കർപ്പൂരമൊഴിയാൻ ഉണ്ണിക്കിടാവിനെ തന്നേ പോയി, ഒരുണ്ണിക്കിടാവിനെ തന്നേ പോയി. മിനു ഫൈസൽ, ജലജ നാരായണൻ, ജെയിംസ് ചാക്കോ, ബിനോ മാത്യു, കുറേ പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് കറക്റ്റ് ഉത്തരം പറഞ്ഞത് ജിഷ റെജോ ആണ്. ശരിയായ ഉത്തരം കാറ്റും പോയി മഴക്കാറും പോയി കർക്കിടകം പുറകെ പോയി ആവണി തിന്നലും അവൾ പെറ്റ മക്കളും ആവാ. ഒത്തിരി പേര് ശരിക്കുള്ള ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഏത് സിനിമയിലെ പാട്ടാണെന്ന് പറയാമോ? അതാണ് അടുത്ത ചോദ്യം. ഇത് ജിഷ റെജോയ്ക്ക് പോയിന്റ് കൊടുക്കുന്നു. ഏത് സിനിമയിലെ പാട്ടാണ് ഇത് എന്നതാണ് അടുത്ത ചോദ്യം.
ഇപ്പോഴും ആളുകൾ പാട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മിനു ഫൈസൽ, ബിനോ മാത്യു ബാഗി ജീൻസ് ആണെന്ന് പറയുന്നു. ബിന്ദു രാജേഷ് പരവൂർ തുലാഭാരമാണെന്ന് പറയുന്നു. ആണോ? അജിത് രാജ് പറയുന്നു വാഴ്വേ മായമാണെന്ന്. എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം? ഏതാണ് ശരിയായ ഉത്തരം? ശ്രീദേവി നമ്പ്യാർ, ജെയിംസ് ചാക്കോ എന്നിവരെല്ലാം വാഴ്വേ മായം ആണെന്ന് പറയുന്നു. നൂർജഹാൻ തുലാഭാരമാണെന്ന് പറയുന്നു. ജിഷ റജു വാഴ്വേ മായമാണെന്ന് പറയുന്നു. ഏതാണ്? ഏത് സിനിമയിലെ പാട്ടാണിത്? ക്ലൂ വേണമെങ്കിൽ ഞാൻ പറയാം. ഭാര്യയെ സംശയിക്കുന്ന ഒരു ഭർത്താവിൻ്റെ സിനിമയാണ്. ഇങ്ങനത്തെ ഈ ഒരു ത്രെഡൊക്കെ അന്നേ തുടങ്ങിയിരുന്നു എന്ന് വേണം ഊഹിക്കാൻ. കുറേയധികം പേര് പറഞ്ഞിട്ടുണ്ട് വാഴ്വേ മായമാണ് ഉത്തരം എന്ന്. ആദ്യം പറഞ്ഞത് നോക്കിക്കോട്ടെ, ആദ്യം പറഞ്ഞത് അജിത് രാജാണ്. ഞാൻ അജിത് രാജിന് ഒരു പോയിന്റ് കൊടുക്കുന്നു. എൻ്റെ അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം ജലജ നാരായണൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദ്യം മാറ്റി പിടിക്കുകയാണ്. ഈ പാട്ട് സിനിമയിൽ പാടുന്നത് ആരാണ്? അതാണ് എൻ്റെ അടുത്ത ചോദ്യം. കാറ്റും പോയി മഴക്കാറും പോയി എന്ന പാട്ട് സിനിമയിൽ പാടി അഭിനയിക്കുന്ന നടി ആരാണ് എന്നതാണ് ചോദ്യം. ഉത്തരങ്ങൾ പോരട്ടെ. പി മാധുരി പാടിയതാണ് എന്ന് പറയുന്നു അജിത് രാജ്. അത് ശരിയാണ്. ശ്രീദേവി നമ്പ്യാർ ഷീലയാണ് എന്ന് പറയുന്നു. പി സുശീലയാണെന്ന് പറയുന്നു. പി സുശീലയല്ല, പി മാധുരി പാടിയ പാട്ടാണ്. അജിത് രാജനാണ് ഈ ചോദ്യത്തിൻ്റെയും ഉത്തരം കറക്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. KPSC ലളിതയാണ് ചിത്രത്തിൽ ഈ പാട്ട് പാടി അഭിനയിക്കുന്നത്. ഷീലയല്ല. ഷീലയാണ് സിനിമയിലെ നായിക, പക്ഷേ KPSC ലളിതയാണ് പാടി അഭിനയിക്കുന്നത്. ശാരദയാണെന്ന് ഒത്തിരി പേര് പറയുന്നുണ്ട്. ശാരദ ഈ സിനിമയിൽ ഇല്ല കേട്ടോ. വാഴ്വേ മായത്തിൽ നായിക ഷീലയാണ്. സത്യനും ഷീലയാണ്. ഒരു ചെറിയ ട്രാജഡിയൊക്കെ ഉള്ളൊരു സിനിമയാണ്. കണ്ടിട്ടില്ലാത്തവർക്ക് എന്താ പറയണ്ടേ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ കാണാൻ ഇഷ്ടമുള്ളവർക്ക് കാണാം. നല്ലൊരു സിനിമയാണ്. അപ്പോൾ അടുത്തത് ഒരു പ്രസിദ്ധമായ പാട്ടാണ്. പാട്ടിൻ്റെ വരികൾ അനുപല്ലവി മൂളാം. ഇങ്ങനത്തെ സിനിമകൾ ശാരദ വരേണ്ടതാണ് എന്ന് പറഞ്ഞു. അപ്പം ബിന്ദു രാജേഷ് ഒരു പൊട്ടക്കണ്ണ് മാവേലെറിയുന്ന പോലെ ഒന്ന് എറിഞ്ഞു നോക്കിയതാണ്. ശ്രീദേവി നമ്പ്യാർ ഇപ്പോൾ പറയുന്നു സത്യൻ ശീലയും മുറി നിൽക്കുമ്പോൾ KPSC ലളിത പുറത്തു നിന്ന് പാട്ടാണെന്ന്. ശരിയാണ്. അപ്പം ഞാനിപ്പോൾ പാടിയ പാട്ട് ഏതാണെന്ന് പറയുക. റംസീന ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മിനു ഫൈസൽ പഴയ ചോദ്യത്തിന് ഉത്തരമാണ് KPSC ലളിത എന്ന് പറയുന്നു. അജിത് രാജ്, ശ്രീദേവി നമ്പ്യാർ, മഹേഷ് ശിവരാമപിള്ള എല്ലാവരും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് റംസീനയാണ് ആദ്യം കാണിക്കുന്നത്. അതുകൊണ്ട് റംസീനയ്ക്ക് ഞാൻ ഒരു പോയിന്റ് കൊടുക്കുന്നു. ഈ പാട്ട് ഏത് സിനിമയിലേതാണ് എന്നാണ് അടുത്ത ചോദ്യം. എത്രയും പെട്ടെന്ന് ഉത്തരം പറയുക. പാട്ടിതാണ്. ഏത് ചിത്രത്തിലേതാണ് എന്ന് ഉത്തരം പറയുക. ചന്ദ്രകളഭം ചാർത്തിയുണരും തീരം ഇന്ദ്രധനുസിൻ തോവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്ത് തരൂ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. വയലാർ ദേവരാജൻ ടീമിൻ്റെ സുപ്രസിദ്ധമായ ഒരു സിനിമയാണ്. പലരും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ശ്രീദേവി നമ്പ്യാരാണ് ആദ്യം ഉത്തരം പറഞ്ഞിരിക്കുന്നത്. കൊട്ടാരം വിൽക്കാനുണ്ട് എന്നതാണ് സിനിമ. ശ്രീദേവിക്ക് ഒരു പോയിന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ച് ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. 1-2 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഈ സിനിമയിലെ നായകനും നായികയും ആരാണ് എന്ന് വേഗം പറയണം. കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന് ജലജ പറയുന്നു, ജിഷ റജു പറയുന്നു. എല്ലാം കറക്റ്റാണ്, കറക്റ്റ് ഉത്തരമാണ്. ഈ സിനിമയിലെ നായകനും നായികയും ആരാണ്? 2 പേരുടെയും കൂടെ പേര് ഒരുമിച്ച് എഴുതണം. ഒന്നൊന്നായിട്ട് എഴുതരുത്. ആദ്യം നായകൻ്റെയും നായികയുടെയും പേര് എഴുതുന്ന ആൾക്കാണ് സമ്മാനം കൊടുക്കാൻ പോകുന്നത്.
ശ്രീദേവി നമ്പ്യാർ നസീർ ഷീല എന്ന് പറയുന്നു, നൂർജ നസീർ എന്ന് പറയുന്നു, ബിന്ദു രാജേഷ് പരവൂർ നസീർ എന്ന് പറയുന്നു. നായികയില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. അജിത് രാജ് പറഞ്ഞിരിക്കുന്നു നസീർ ജയഭാരതി എന്ന്. പ്രേം നസീർ ഷീല നസീർ ജയഭാരതി എന്ന് ലൂസി ജോൺ പറഞ്ഞിരിക്കുന്നു. നസീർ ഷീല. അജിത് രാജിനാണ് ഈ ചോദ്യത്തിൻ്റെ ഇത് കൊടുക്കുന്നത്, ഞാൻ പോയിന്റ് കൊടുക്കുന്നത്. പ്രേം നസീർ ജയഭാരതി എന്നതാണ് ഉത്തരം. ഒരു ചോദ്യം കൂടി ഈ പാട്ടിനോടനുബന്ധിച്ചുണ്ട്. ഈ സിനിമയുടെ തിരക്കഥാ സംഭാഷണം ആരായിരുന്നു എന്ന് പറയാമോ? ഞാൻ ക്ലൂ തരാം. പിൽക്കാലത്ത് സുപ്രസിദ്ധനായ ഒരു ക്യാരക്ടർ ആക്ടർ എന്നേ ഞാൻ പറയുള്ളൂ. ഹാസ്യ നടന്നേ പറയാൻ എനിക്ക് തോന്നുന്നില്ല. ക്യാരക്ടർ റോളുകളിൽ പ്രസിദ്ധനായ ഒരു നടന്റെ അച്ഛനാണ്. ഇനി ക്ലൂ വേണോ? ഓക്കെ, ക്ലൂവിൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ ശ്രീദേവി നമ്പ്യാർ ഉത്തരം പറഞ്ഞിരിക്കുന്നു. അജിത് രാജും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ശരി ഉത്തരമാണ്. ജഗതി NK ആചാര്യാണ്, നമ്മുടെ ജഗതി ശ്രീകുമാറിൻ്റെ അച്ഛൻ ജഗതി NK ആചാര്യാണ് ഇതിൻ്റെ തിരക്കഥ സംഭാഷണം രചിച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രീദേവിക്കാണ് ഞാൻ പോയിന്റ് കൊടുത്തത്. അടുത്ത ചോദ്യം അനുപല്ലവി മൂടാൻ പോകുന്നു. ഇതാണ് അനുപല്ലവിയുടെ ട്യൂൺ. പാട്ട് ഏതാണ് എന്ന് പറയുക. ശ്രീദേവി അച്ചാർ എന്നൊക്കെ പറയുന്നുണ്ട്. കേട്ടിട്ട് വിശന്നിട്ട് വയ്യ എന്നാണ് മഹേഷ് ശിവരാമപിള്ള പറയുന്നത്. ശ്രീദേവി നമ്പ്യാർ പറയുന്നു നീ എവിടെ നിന്നിഴലെവിടെ എന്ന പാട്ടാണ്. നീ എവിടെ നിന്നിഴലെവിടെ ആ പാട്ടല്ല. വേണമെന്നുണ്ടെങ്കിൽ ആർക്കും കിട്ടുന്നില്ലെങ്കിൽ ഞാൻ വരികൾ പാടാം. വരികൾ പാടിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു പാട്ടാണിത്. ഇപ്പം പലർക്കും പിടികിട്ടി വരുന്നുണ്ട്. പുരാണ സിനിമയാണെന്ന് അജിത് രാജ് പറയുന്നു. പുരാണ സിനിമയാണ്. മിനു ഫൈസലാണ് ആദ്യമായിട്ട് കറക്റ്റ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒരു പോയിന്റ് മിനുവിന് കൊടുക്കുന്നു. പാട്ട് ഇതായിരുന്നു. മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനി പുള്ളിമാനി ആരോടും പോയി കരയരുതീ കഥമാനി പുള്ളിമാനി. ചിത്രം ഏതാണ് എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ഉത്തരം പറയും. അതുകൊണ്ട് ചിത്രം ഏതാണ് എന്ന് ഞാൻ ചോദിക്കുന്നില്ല. പകരം എൻ്റെ ചോദ്യം മാലിന്യ നദിയാണെന്ന് ഇപ്പോൾ ഒത്തിരി പേര് പറയുന്നുണ്ട്. സദാനന്ദ്, ജലജ, ജെയിംസ്, മഹേഷ് പറയുന്നു പാടി വന്നാലേ കിട്ടുമെന്ന്. അങ്ങ് പാടിക്കോളാൻ മലർന്നോ? ഞാൻ നിർത്തിയോടത്തുനിന്ന് അങ്ങ് മനസ്സിൽ പാടി ഉത്തരത്തിലോട്ട് എത്താമായിരുന്നല്ലോ. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്. മാലിന്യ നദിയിൽ കണ്ണാടി നോക്കുന്ന മാനോട് ഈ കഥ ആരോടും പോയി പറയരുതെന്ന് പറയുന്നത് ആരാണ്? നടനല്ല, നടി ആരാണ് എന്നാണ് ചോദ്യം. സിനിമയിലെ നായികയുടെ പേരാണ് ഞാൻ ചോദിക്കുന്നത്. സിനിമ എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ പറയണോ സിനിമ ഏതാണെന്ന്? ശ്രീദേവി നമ്പ്യാർ പ്രേമയാണെന്ന് പറയുന്നു. ബിന്ദു രാജേഷ് പരവൂർ KR വിജയാണെന്ന് പറയുന്നു. മിനു ഫൈസൽ റംസിന നസർ ഷീലയാണെന്ന് പറയുന്നു. അജിത് രാജ് KR വിജയ, ജെയിംസ് ചാക്കോ ശാരദയാണെന്ന് പറയുന്നു. എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം? ശകുന്തള എന്ന സിനിമയിലെ പാട്ടാണ് രാജശ്രീ ആണെന്ന് പറയുന്നു. വിജയശ്രീ ആണോ ഉദ്ദേശിച്ചത്? ജലജ നാരായണൻ KR വിജയാണെന്ന് പറയുന്നു. ശകുന്തളയായി ഈ സിനിമയിൽ അഭിനയിച്ചത് ആരാണ് എന്നതായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. KR വിജയാണ് ശകുന്തളയായിട്ട് അഭിനയിച്ചത്. ദുഷ്യന്തൻ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ആ ചോദ്യം ചോദിക്കുന്നില്ല. അതെ, നമ്മുടെ പ്രേം നസീർ തന്നെയാണ് ദുഷ്യന്തൻ. അപ്പോൾ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്.
ഉത്തരങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. അന്നത്തെ കാലത്തെ സകല നടിമാരുടെയും പേര് പറയുന്നുണ്ട്. വിജയശ്രീ, ജയഭാരതി, ശാരദ, KR വിജയ, ഷീല, അങ്ങനെ 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 എല്ലാവരുടെയും പേര് പറഞ്ഞു നോക്കുന്നുണ്ട്. KR വിജയാണ് ശരിയായ ഉത്തരം. അപ്പോൾ അടുത്ത ചോദ്യം മൂളുകയാണ്. 12:50 ഞാൻ പോയിന്റ് നിലയൊന്ന് വായിക്കാം. ശ്രീദേവി നമ്പ്യാർ 10 പോയിന്റുമായിട്ട് മുന്നിട്ട് നിൽക്കുന്നു. 10. അജിത് രാജ് 6 പോയിന്റ്. മിനു ഫൈസൽ 3 പോയിന്റ്. ലൂസി ജോൺ 2 പോയിന്റ്. പിന്നെ സഹ്ല, വൈശാഖ്, റംസീന, ബിന്ദു ഓരോ പോയിന്റുകളുമായിട്ട് പിന്നാലെയുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കുന്നു. പാട്ട് ഏതാണെന്ന് പറയുക വേഗം തന്നെ. അല്ലെങ്കിൽ ഇത്രയും മതി. ഇതും കൊണ്ട് പറയുമോ എന്ന് നോക്കട്ടെ. വളരെ പ്രസിദ്ധമായ ഒരു പാട്ടാണ്. വളരെ എളുപ്പമുള്ള പാട്ടാണെന്ന് തോന്നുന്നു. എല്ലാവരും ചടപടാന്ന് ഉത്തരം പറയുന്നു. ശ്രീദേവി നമ്പ്യാർ, അജിത് രാജ്, നൂർജഹാൻ, വൈശാഖ്. എല്ലാവരും പറഞ്ഞിരിക്കുന്ന പാട്ട് കറക്റ്റാണ്. കദളി വാഴ കയ്യിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ചു, വിരുന്നുകാരാ 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 വന്നാട്ടെ. അപ്പോൾ എൻ്റെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഈ പാട്ടിൻ്റെ മ്യൂസിക് ഡയറക്ടർ ആരാണ് എന്നതാണ്. വളരെ പ്രസിദ്ധനായ ഒരാളാണ്. ഈ പാട്ടിൻ്റെ മ്യൂസിക് ഡയറക്ടർ ആരാണ് എന്നതാണ് അടുത്ത ചോദ്യം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. ഗൂഗിൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം വരുന്ന ഉത്തരം ഇവിടെ അങ്ങ് ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. ശ്രീദേവി നമ്പ്യാർ ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒത്തിരി പേര് ഉത്തരം പറയുന്നുണ്ട്. ശരിയാണ്, ബാബുരാജിൻ്റെ ഈണത്തിൽ ഉള്ള പാട്ടാണ് ഇത്. പി ഭാസ്കരൻ രചിച്ച പാട്ടാണ്. മഹേഷ് ശിവരാമപിള്ള തമാശയാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. സിംഗർ ആരാണെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ജിക്കി എന്ന സിംഗർ പാടിയ പാട്ടാണ്. ഉമ്മ എന്നാണ് സിനിമയുടെ പേര്. അപ്പോൾ അടുത്ത പാട്ടിലേക്ക് കടക്കുകയാണ്. ട്യൂൺ മൂടാൻ പോവാണ്. ഏത് പാട്ടാണ് എന്നാണ് ചോദ്യം. സുപ്രസിദ്ധമായ ഒരു പാട്ടാണ്. ഇവിടെ കാറ്റിന് ആണ് എന്ന് അജിത് രാജ് പറയുന്നു. അല്ല, പക്ഷേ അതേ സംഗീത സംവിധായകന്റെ മറ്റൊരു സിനിമയാണ്. ഒത്തിരി പേര് കറക്റ്റ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറഞ്ഞത് ജലജ നാരായണനാണ് എൻ്റെ സ്ക്രീൻ കാണിക്കുന്നത്. ജലജയ്ക്ക് ഞാൻ 1 പോയിന്റ് കൊടുക്കുന്നു. ഞാൻ പാടിയ ഭാഗം ഇതായിരുന്നു. മുകളിലെ ജിൽജിലി ജിന ജിങ്കിരമോടി മുകിൽ പൂ വിടർത്തും പൊൻകുട കീഴേ വരില്ലേ ദീവനമാലി തരില്ലേ താമരത്താലി തെയ്യര തെയ്യരത്താരേ കദളി ചെങ്കദളി കൺകദളി പൂവീണോ കവിളിൽ പൂമതമുള്ളൊരു പെൺപൂ വീണോ പൂക്കാരാ. ഇതാണ് പാട്ട്. എൻ്റെ അടുത്ത ചോദ്യം ഞാൻ പെട്ടെന്ന് തന്നെ ചോദിച്ചേക്കാം. സംഗീത സംവിധായകൻ ആരാന്ന് നേരത്തെ തന്നെ പറഞ്ഞതുകൊണ്ട് അതിനെപ്പറ്റി ചോദിക്കുന്നില്ല. സലിൽ ചൗധരിയുടെ പാട്ടാണ്. ഈ പാട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. മലയാളത്തിലുള്ള പ്രത്യേകതയുള്ള ഒരേ ഒരു പാട്ടാണിത്. അത് എന്താണ് എന്ന് പറയുക. വയലാറിൻ്റെ രചനയാണ്, സലിൽ ചൗധരിയുടെ ഈണം. ഈ പാട്ടിനൊരു പ്രത്യേകതയുണ്ട്. മലയാളത്തിൽ വേറൊരു പാട്ടിനും അവകാശപ്പെടാനില്ലാത്ത ഒരു പ്രത്യേകത. പാട്ട് പാടിയത് ആരാണ് എന്ന് പറയുന്നുണ്ട്. പ്രത്യേകത എന്താണെന്ന് പറയാമോ? പാർഷ്യലി കറക്റ്റാണ് നിങ്ങളുടെ ഉത്തരം. ഉഷ ഖന്നയാണെന്ന് ശ്രീദേവി നമ്പ്യാർ പറയുന്നു. അല്ലല്ല, ഇത് സലിൽ ചൗധരിയുടെ മ്യൂസിക്കാണ്. ഒത്തിരി പേര് ഉത്തരം പറയുന്നുണ്ട്. പക്ഷെ എന്താണ് പ്രത്യേകത എന്ന് പറയൂ. സമ്മതിച്ചു, ലതാ മങ്കേഷ്കർ പാടി എന്ന് പറയുന്നു. പക്ഷെ എന്താണ് അതിൻ്റെ അകത്തെ ഒരു യുണീക്നെസ് എന്താണ് അത് പറയൂ.
ബിനോ മാത്യു ആണ് ലതാ മങ്കേഷ്കർ ആദ്യം പറഞ്ഞിരിക്കുന്നത്. ശരിയായ ഉത്തരം ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ അവർക്ക് പോയിന്റ് കൊടുക്കും. ഇല്ലെങ്കിൽ ലതാ മങ്കേഷ്കർ പാടി. ബിനോ മാത്യു തന്നെ ശരിയായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ ലതാ മങ്കേഷ്കർ പാടിയ ഏക പാട്ടാണ് അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ പോയിന്റ് ഞാൻ ബിനോയ്ക്ക് കൊടുക്കുന്നു. നാഷണൽ അവാർഡ് കിട്ടിയെന്നൊക്കെ പലരും പറയുന്നുണ്ട്. ജെയിംസ് ചാക്കോ, ബിനോ മാത്യു കഴിഞ്ഞ് ജെയിംസ് ചാക്കോയാണ് കറക്റ്റായ ഉത്തരം പിന്നീട് പറഞ്ഞിരിക്കുന്നത്. ഓൺലി മലയാളം സോങ് ബൈ ലതാജിന്ന്. ശരിയാണ്. നെല്ലിലെ പാട്ടാണെന്ന് ജലജ നാരായണൻ പറയുന്നു. വളരെ കറക്റ്റാണ്. 12ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ഏത് പാട്ടാണ് എന്നാണ് ചോദ്യം. ആയിരം പാദസരങ്ങളാണ് എന്ന് ശ്രീദേവി നമ്പ്യാർ പറയുന്നു. നൂർജാനും പറയുന്നു. മഹേഷ് ശിവരാമപിള്ള കായാമ്പു എന്നാണ് ഉദ്ദേശിച്ചത്. അക്ഷരത്തെറ്റ് ഞാൻ ക്ഷമിക്കുന്നു. പവിത്ര ഉണ്ണി കായാമ്പു, അജിത് രാജ് കായാമ്പു. മഹേഷിന് ഞാൻ പോയിന്റ് കൊടുക്കുന്നു. കായാമ്പു എന്ന പാട്ടാണ്. കായാമ്പു കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നെഞ്ചൊടികളിൽ നിന്നാലിപ്പഴം പൊഴിയും. അടുത്ത ചോദ്യം പെട്ടെന്ന് തന്നെ ചോദിക്കുന്നു. അനുരാഗവതി നെഞ്ചൊടികളിൽ നിന്ന് നാലിപ്പഴം പൊഴിയും എന്ന് പറഞ്ഞല്ലോ. ആരാണ് അനുരാഗവതി ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്? നടിയുടെ പേരാണ് ചോദ്യം. ആരാണ് അനുരാഗവതി? പാട്ട് പാടുന്നത് പ്രേംനസീറാണ്. ഇനി അത് നിങ്ങളാരും ടൈപ്പ് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടാന്ന് വിചാരിച്ച് ഞാൻ പറയുന്നു. വയലാർ ദേവരാജൻ്റെ ടീമിൻ്റെ പ്രസിദ്ധമായ പാട്ടാണ്. പാടിയിരിക്കുന്ന യേശുദാസാണ് ഒബ്വിയസ്ലി. അനുരാഗവതി ആരാണ് എന്ന് പലരും ഉത്തരം പറയുന്നുണ്ട്. ആരാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്? മിനു ഫൈസലാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. കറക്റ്റാണ്. ശാരദയാണ്. ഇന്ന് ഈ ലൈവ് തുടങ്ങിയപ്പോൾ മുതൽ പല ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് എല്ലാവരും ശാരദ എന്ന് ഉത്തരം പറയുന്നു. ഇതാണ് കറക്റ്റായ ഉത്തരം. ശാരദ എന്ന ഉത്തരം വന്നത്. അപ്പോൾ 12 ചോദ്യങ്ങളായി. 1 മണി ആകാറുമായി. ഞാൻ നിർത്തട്ടെ അതോ 1-2 ചോദ്യങ്ങളും കൂടെ വേണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വേഗം പറയണേ. സമയം കുറേ ആയിട്ടുണ്ട്. ഒത്തിരി പേര് ശാരദ എന്ന് ഉത്തരം പറയുന്നു. ലൂസി ജോൺ, ജലജ നാരായൺ, ജിഷ റജു. ശരിയാണ്. 2 ചോദ്യങ്ങളും കൂടി വേണോ അതോ നിർത്തട്ടെ? വേണമെന്ന് പറയുന്നു. ഓക്കെ, എന്നാൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണേ. ഇതേത് പാട്ടാണ് എന്നാണ് ചോദ്യം. ആരും പോകരുത് കേട്ടോ. ഇന്ന് ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. ലൈവ് കഴിഞ്ഞ് വിന്നറിനെ പ്രഖ്യാപിച്ചതിന് ശേഷം പറയുന്നതായിരിക്കും. ഇപ്പൊ തൽക്കാലം ഈ പാട്ട് ഏത് ആണ് എന്ന് പറയൂ. ക്ലൂ വേണമെങ്കിൽ പറയണം. 2 ചോദ്യം കൂടി ചോദിക്കാൻ പവിത്ര പറയുന്നു. അജിത് രാജ് ഉദ്ദേശിച്ച പാട്ട് അക്ഷരത്തെറ്റ് ഞാൻ ക്ഷമിക്കുന്നു. അജിത് രാജിന് ഞാൻ കൊടുക്കുകയാണ് പോയിന്റ്. അഞ്ജന പല്ലക്കിൽ എന്നാണ് അജിത് രാജ് പറഞ്ഞിരിക്കുന്നത്. അഞ്ജന പല്ലക്കല്ല, ചന്ദന പല്ലക്കിൽ വീടു കാണാൻ വന്ന ഗന്ധർവരാജകുമാര, ഓ ഗന്ധർവരാജകുമാര, പഞ്ചമി ചന്ദ്രിക പെറ്റുവളർത്തിയ രാജകുമാരി, ഓ അപ്സര രാജകുമാരി. താങ്ക് യു ശ്രീദേവി നമ്പ്യാർ. ലിറിക്സ് ഇട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ എഴുതി വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത ചോദ്യം ഇതാണ്. ഗന്ധർവ രാജകുമാരനും അപ്സര രാജകുമാരിയും ആയി അഭിനയിച്ചിരിക്കുന്നവർ ആരൊക്കെയാണ് എന്നാണ് ചോദ്യം. പെട്ടെന്ന് പറയുക. പാലാട്ടുകോമൻ എന്ന ചിത്രത്തിലെ പാട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ. ആണെന്ന് തോന്നുന്നു. ഗന്ധർവ രാജകുമാരനും
അപ്സര രാജകുമാരിയുമായിട്ട് അഭിനയിച്ചിരിക്കുന്നവർ ആരാണ്? ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാണ്ടല്ലോ, ഞാൻ അനുപല്ലവി പറഞ്ഞിട്ട് പല്ലവി ചോദിക്കാൻ മാത്രമാണ് ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞ് നിങ്ങളെല്ലാം പെട്ടെന്ന് ഉത്തരം പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഉപചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് പലതിൻ്റെ ഉത്തരം ഞാൻ എഴുതി വെച്ചിട്ടില്ല. സത്യൻ രാഗിണിയാണ് എന്നും സത്യൻ പത്മിനിയാണ് എന്ന്, സത്യൻ ഷീലയാണ് എന്നൊക്കെ ഉത്തരം പറയുന്നുണ്ട് പലരും. സത്യൻ രാഗിണിയാണ് എന്ന് എൻ്റെ അമ്മ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനി കൂടുതൽ ചോദ്യമില്ല, ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു. പോയിന്റ് പക്ഷേ ഞാൻ ശ്രീദേവി നമ്പ്യാർക്കാണ് കൊടുക്കുന്നത്. ശ്രീദേവിയാണ് ആദ്യം പറഞ്ഞത്. സത്യൻ രാഗിണിയാണ്. പാലാട്ടുകോമനാണ് ചിത്രം എന്ന് തോന്നുന്നു. പാലാട്ടുകോമനല്ലേ അമ്മേ സിനിമ? ഓക്കെ, അടുത്ത പാട്ട്. ഇനി ഒരു പാട്ട്. എൻ്റെ 2-3 ചോദ്യങ്ങളും കൂടി ഉണ്ട്. ഞാൻ പെട്ടെന്ന് ചോദിക്കുവാണേ. ശ്രീദേവിയെ പൂട്ടണം എന്ന് എൻ്റെ അമ്മ പോലും പറയുന്നു. കാരണം ശ്രീദേവി ഇപ്പം 10, 11, 12, 13 പോയിന്റുമായിട്ട് മുന്നിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ ഈ പാട്ട് ഏതാണെന്ന് ആരെങ്കിലും എത്രയും പെട്ടെന്ന് പറയുക. ക്ലൂ വേണമെങ്കിൽ പറയണം. വേഗം ഞാൻ ഉത്തരം പറയുവേ, ആരെങ്കിലും ഉത്തരം പറയുമ്പോഴത്തേക്ക്. കാരണം ഒത്തിരി സമയം ആയിട്ടുണ്ട്. നീ എവിടെ നിന്നിഴൽ എവിടെയാണ് എന്ന് ശ്രീദേവി നമ്പ്യാർ ചോദിക്കുന്നു. അല്ല. ജി സ്കൈതാരം മാനെ പുള്ളി മാനെ അല്ല. ഞാൻ പാട്ട് പാടാമെന്നാ. നിങ്ങൾ പെട്ടെന്ന് ഉത്തരം പറയണേ. ഓമൽ ചൊടികൾ ചുംബിക്കും ഓടക്കുഴൽ ഞാൻ ചോദിക്കും. ഇനി പറയൂ ഏത് പാട്ടാണെന്ന്. ശ്രീദേവിയെ പൂട്ടണമെന്ന് കാരണവത്തിൽ പോലും പറഞ്ഞു കഴിഞ്ഞു എന്ന്. മിനു ഫൈസൽ ഒന്നുകൂടെ പാടാൻ പറയുന്നുണ്ട്. ഞാൻ പാടിയിട്ടുണ്ട്. ഓമൽ ചൊടികൾ ചുംബിക്കും ഓടക്കുഴൽ ഞാൻ ചോദിക്കും. ഇതൊക്കെ വളരെ വളരെ സുപ്രസിദ്ധമായ പാട്ടുകളാണ്. അതിൻ്റെ ബാക്കിയൊന്ന് പാടി പോയാൽ പിടിക്കോ. ഓക്കെ, ജലജ നാരായണൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജലജയ്ക്ക് സമ്മാനം കൊടുക്കുന്നു. ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും. ഇതാണ് പാട്ട്. ഞാൻ പോകുമെന്ന് പറയുന്നു. ആരാണ് പോകും എന്ന് പറഞ്ഞത്? നടൻ ആരാണ് എന്നാണ് ചോദ്യം. വേഗം പറയൂ. ഗുരുവായൂർ അമ്പല നടയിലേക്ക് പോകും എന്ന് പറയുന്ന നടൻ ആരാണ്? ഇത് ഈസി ചോദ്യമല്ലേ? എന്താ ആരും ഉത്തരം പറയാത്തത്? ഓക്കെ, മിനു ഫൈസൽ ഉത്തരം പറഞ്ഞിരിക്കുന്നു. മിനുവിന് 1 പോയിന്റ് കൂടെ കൊടുത്തിരിക്കുന്നു. 15ാമത്തെ ചോദ്യം കൂടി ചോദിക്കുകയാണ്. ഇതോടുകൂടി ഞാൻ നിർത്തുക കേട്ടോ. അവസാനത്തെ ചോദ്യമാണേ. മിനു ഫൈസൽ കറക്റ്റായ ഉത്തരം പറഞ്ഞിരിക്കുന്നു. സംഗമം എന്ന പാട്ടാണ്. സംഗമം സംഗമം ത്രിവേണി സംഗമം ശൃംഗാരപദമാണം യാമം മദാലസയാമം. ത്രിവേണി എന്ന സിനിമയിലേതാണ് എന്ന് ജിഷ റെജു പറഞ്ഞിട്ടുണ്ട്. മിനുവിനാണ് ഞാൻ പോയിന്റ് കൊടുത്തിരിക്കുന്നത്. ഒരു ചോദ്യം കൂടി ഇതിനോടനുബന്ധിച്ച് പെട്ടെന്ന് ചോദിക്കുകയാണ്. ഈ സിനിമയിൽ നസീർ ശാരദയാണ് ഹീറോയിനും. അതൊക്കെ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഈ സിനിമയുടെ കഥയിൽ നസീർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ശാരദയെ ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നു. അപ്പോൾ ശാരദ വേറൊരാളെ കല്യാണം കഴിക്കുന്നു. കുറച്ച് പ്രായം അധികമുള്ള ഒരാളെയാണ് കല്യാണം കഴിക്കുന്നത്. ആ ശാരദ പിന്നീട് കല്യാണം കഴിക്കുന്ന വയസ്സനായി അഭിനയിച്ച പ്രസിദ്ധ നടൻ ആര് എന്നതാണ് എൻ്റെ ചോദ്യം. അജിത് രാജ് ഉത്തരം പറഞ്ഞിരിക്കുന്നു. അജിത് രാജിന് ഞാൻ 1 പോയിന്റ് കൂടി കൊടുക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ മത്സരത്തിൽ ശ്രീദേവി നമ്പ്യാർ 13 പോയിന്റുമായി 1ാം സ്ഥാനത്ത്, അജിത് രാജ് 5, 6, 7, 8 പോയിന്റുമായി 2ാം സ്ഥാനത്തും, മിനു ഫൈസൽ 6 പോയിന്റുമായി 3ാം സ്ഥാനത്തും വന്നിരിക്കുന്നു. ലൂസി ജോൺ 2 പോയിന്റ്, സഹല യാസർ, വൈശാഖ്, റംസീന
ബിന്ദു രാജേഷ്, ജലജ, ബിനോ മാത്യൂസ്, മഹേഷ് ശിവരാമപിള്ള എന്നിവരെല്ലാം ഓരോ പോയിന്റുമായിട്ട് ഉണ്ട്. ഇനി ഞാൻ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഏപ്രിൽ 18 തീയതിയാണ് ഇങ്ങനെ ഒരു ലൈവ് പ്രോഗ്രാം തുടങ്ങുന്നത്. ഒരു രസത്തിന് ഒരു 3-4 ദിവസത്തേക്ക് ചെയ്യാം എന്നുള്ള ഇതിന് പുറത്ത് ഞാൻ തന്നെ തുടങ്ങിയതാണ്. പക്ഷേ നിങ്ങളുടെയൊക്കെ ഒരു ആവേശവും പാർട്ടിസിപ്പേഷനും ഒക്കെ കണ്ട് ഞങ്ങളിതങ്ങനെ തുടർന്നു. കുറച്ച് നാൾ കൂടി തുടരാം, ഏപ്രിൽ അവസാനത്തോടു കൂടി നിർത്താമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഓരോരുത്തരായി മുന്നോട്ട് വന്നു. ഞങ്ങൾ ക്വിസ് അവതരിപ്പിക്കാം എന്ന് പറഞ്ഞ് പലരും വന്നു. പവിത്ര കുറേ നാൾ ചെയ്തു, ഞാനും പവിത്രയും കൂടിയായിരുന്നു ആദ്യം കുറേ നാൾ ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ സിൽവി മൈക്കിൾ, സുനന്ദ മഹേഷ്, രമ്യ ഭാരതി, ലേഖ ജസ്റ്റിൻ, സജ്ന അബ്ദുള്ള, ആഷാറോസ് ഷൈജു, വൈശാഖ് ജയ്, ഷിജു KP ഇവരെല്ലാം ക്വിസ് അവതരിപ്പിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അതെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു എന്താ പറയണ്ടേ വൈറലായ വ്യൂസ് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു ആ പ്രോഗ്രാമുകൾ എന്ന്. ക്വിസ് അവതരിപ്പിക്കാനായിട്ട് ഞങ്ങളോടൊപ്പം ചേർന്ന എൻ്റെയും പവിത്രയുടെയും ഒപ്പം ചേർന്ന ഇവർക്ക് എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിന് നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇതിനെ ഏറ്റവും വലിയ വിജയമായിട്ട് നിലനിർത്തിയത് നിങ്ങൾ ഓഡിയൻസ് ആണ്. എന്നും ആവേശപൂർവ്വം കൗണ്ടർ അടിച്ചും ശരിയായ ഉത്തരം പറഞ്ഞും കമന്റുകൾ ചെയ്തും ഒക്കെ ഇവിടെ നിന്ന് ഒത്തിരി പേരുണ്ട്. എല്ലാവരുടെയും പേര് ഞാനിപ്പം പെട്ടെന്ന് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല, എങ്കിലും ഞാൻ പറയാണ്. ശ്രീദേവി നമ്പ്യാർ, ജിഷ റെജോ, ബ്രീസ, വൈശാഖ് ജയ്, ലേഖ, അജിത് രാജ്, വിനീത വിജയൻ, സുനന്ദ, ഫസാന, റംസീന നസർ, ആഷ റോസ് ഷൈജു, നിഷ റോസ്, ബിനു ജി വർഗീസ്, ബിനോ മാത്യു. ഞാൻ ആരെങ്കിലുമൊക്കെ വിട്ടുപോകുവാണെങ്കിൽ ഒന്ന് പെട്ടെന്ന് പറയണേ. അനീഷ് മിഡ്ലാൻഡ്, ജിഷ റെജോ, ബിന്ദു രാജേഷ്, അജിത് വള്ളോലി, അജിത് രാജ്, ജലജ നാരായണൻ, മിനു ഫൈസൽ, നിഷാദ് ബാല, പിന്നെ ആരൊക്കെയായിരുന്നു? ഞാൻ എല്ലാവരുടെയും പേര് പറഞ്ഞോന്ന് എനിക്കറിയില്ല കേട്ടോ. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി. ശ്രീജ പ്രവീൺ, ശ്രീജ അജിത്, സൗമ്യ അമ്മാളു, മഞ്ജു ശ്യാം, ആർദ്ര നമ്പ്യാർ, അനീഷ് ജോർജ്. പെട്ടെന്ന് എനിക്ക് എല്ലാവരുടെയും പേര് പറയാൻ പറ്റുന്നില്ല. ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാവോ? ഞാൻ വിട്ടുപോയ സ്ഥിരമായിട്ട് കമന്റുകളിൽ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നവരുടെ പേരുകളൊക്കെ. സായൻ സരങ്, സായി അജിത്, ജീസ് കൈതാരം, ഒരുവിധം എല്ലാവരുടെയും പേരുകൾ ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. അജിത്തിനെ 2 തവണ പറഞ്ഞു എന്ന് അജിത്ത് പറയുന്നു. ഇല്ല, സായൻ സരങ് ഞാൻ പറഞ്ഞു. വിട്ടുപോയി എന്ന് സായന്ത് പറയുന്നു. ഇല്ല, ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്നെ 2 വട്ടം ഓർത്തല്ലോ. ഒന്ന് അമ്മയെ മറന്നോ എന്ന് ബിന്ദു രാജേഷ്. അമ്മയെ ഞാൻ അവസാനം പറയാൻ തുടങ്ങുമായിരുന്നു. എൻ്റെ അമ്മ ലൂസി ജോൺ. അങ്ങനെ ഒത്തിരി പേര് ഇവിടെ വളരെ ആക്റ്റീവായിട്ട് നിന്ന് ഈ പരിപാടി ഒരു വൻ വിജയമാക്കി മാറ്റി. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ്. നിങ്ങളുടെ എല്ലാവരെയും കൂട്ടക്ഷരങ്ങൾ. സുനന്ദ മഹേഷ് ഞാൻ പറഞ്ഞിരുന്നു. സദാനന്ദ് കുമാർ, മുർഷിദ പർവീൻ ഇടയ്ക്ക് വന്നിരുന്നു എന്ന് പവിത്ര പറയുന്നു. വലിയ ശല്യങ്ങളെ 2 തവണ പറയും എന്ന് അജിത് രാജ് പറയുന്നു. അങ്ങനെയല്ല, എല്ലാവരോടും ഒത്തിരി സ്നേഹം. മഹേഷ് ശിവരാമപിള്ളയുടെ പേര് ഞാൻ പറഞ്ഞിരുന്നു, ഇല്ലെങ്കിൽ ഒരിക്കൽ കൂടി പറയുന്നു. ജീസ് കൈതാരത്തിനെ പറഞ്ഞു. ഇതെല്ലാവരും എന്നെ കമന്റ് ബോക്സിൽ നിന്ന് ഭീഷണിപ്പെടുത്തുക. നിങ്ങളെല്ലാം വളരെ സപ്പോർട്ടായിരുന്നു. നിങ്ങളുടെ എല്ലാം സ്നേഹമാണ് കൂട്ടക്ഷരങ്ങൾ. നിങ്ങളെല്ലാവരും നല്ലവരാണെന്ന് ഞാനിവിടെ പറയുമ്പോൾ നിങ്ങളെല്ലാം അവിടെ നിന്ന് എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇനി ആരെങ്കിലും ഞാൻ വിട്ടുപോയോ? ജ്യോതി കൃഷ്ണകുമാർ, അച്ചു വിപിൻ, മിനു ഫൈസൽ, ആരെങ്കിലും വിട്ടുപോയെങ്കിൽ ഒത്തിരി സോറി കേട്ടോ. ഒത്തിരി പേര് വന്ന് കമന്റ് ബോക്സിൽ പറയുന്നുണ്ടായിരുന്നു. അവരുടെ എല്ലാവരുടെയും കൂടെ ഒറ്റയടിക്ക് എനിക്ക് ഓർത്തിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. എങ്കിലും ഒരുവിധം എല്ലാവരുടെയും പേര് പറഞ്ഞു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും വളരെ വളരെ നന്ദിയുണ്ട്. ഇനി ഞാൻ പറയാനുള്ള അനൗൺസ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ഏപ്രിൽ 18 ഞങ്ങൾ തുടങ്ങി. ഏപ്രിൽ 18 ഒരു സിനിമ പേരാണ് പ്രസിദ്ധമായ. അനുപമ മോഹൻ പവിത്രോണ്ട് പറയുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ ഇനി വിട്ടുപോയെങ്കിൽ വള്ളോലി പിള്ളയാളുടെ പേര് 10 തവണ പറയണമെന്ന് പറയുന്നു. ടിജു മറ്റം, മഹേഷ്, പവിത്ര ഉണ്ണി എൻ്റെ പേര് പറഞ്ഞു തന്നു. പവിത്ര ഉണ്ണി ഞാൻ പല തവണ പറഞ്ഞു. മഹേഷ് ശിവരാമപിള്ള എന്ന് ഞാൻ 2-3 തവണ പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ എന്തെങ്കിലും കൊച്ചു പിള്ളേരുടെ സ്വഭാവങ്ങളാണ് എല്ലാവർക്കും എന്ന് തോന്നുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നറിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെയും പവിത്രയുടെയും പേര് നിങ്ങളോട് എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. ഇതുപോലെ തന്നെ പിന്തുണ തുടർന്നും ഞങ്ങൾക്ക് തരണം. കൂട്ടക്ഷരങ്ങളുടെ എല്ലാ പ്രോഗ്രാമുകളിലും നിങ്ങൾ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ബ്ലോഗുകൾ വായിക്കുക, എഴുതുക. ഇതുപോലെയുള്ള പരിപാടികൾ അവതരിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളോട് പറയുക.
നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഒരു അവസരമുണ്ട്. അങ്ങനെ ഞങ്ങൾ പ്രത്യേകിച്ച് ഇന്നവരെ തിരഞ്ഞെടുത്ത് അവതരിപ്പിക്കുന്നു അങ്ങനെയൊന്നുമില്ല. ആര് മെസ്സേജ് ഇട്ട് മുന്നോട്ട് വന്നാലും ഞങ്ങൾ അവരെ എല്ലാം ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു. മഹേഷ് ശിവരാമപിള്ള സമ്മതിക്കില്ല, ഞാൻ കേട്ടില്ല എന്ന് പറയുന്നു. എന്നാൽ ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, മഹേഷ് ശിവരാമപിള്ളയ്ക്ക് പ്രത്യേക നന്ദി. മതിയോ? ഇനി ഏപ്രിൽ 18 തുടങ്ങിയ സ്ഥിതിക്ക് ജനുവരി ഒരു ഓർമ്മ വരെ എങ്കിലും നവംബറിൻ്റെ നഷ്ടമാക്കി നിർത്താമെങ്കിൽ സിനിമാ പേര് വെച്ച് അജിത്ത് പറയുകയാണ്. അപ്പോൾ അനൗൺസ്മെൻറ്റ് ഇതാണ്. നാളെ ജൂൺ 1-ാം തീയതി ഇനി അങ്ങോട്ട് സ്കൂളൊക്കെ തുറക്കുന്നു, എല്ലാവരും തിരക്കിലാവുന്നു, നമുക്കും ഒത്തിരി പരിപാടികളുണ്ട്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഈ പരിപാടിക്ക് ഒരു ബ്രേക്ക് എടുക്കുകയാണ്. എന്നെ എല്ലാവരും കമൻറ്റ് ബോക്സിൽ ചീത്ത പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ ലൈവ് നിർത്തി പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ പറയുന്നു, ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയുന്നു, തൽക്കാലത്തേക്ക് ഞങ്ങൾ ഈ പരിപാടിക്ക് ഒരു ബ്രേക്ക് എടുക്കുകയാണ്. തിരിച്ചു വരും, ശക്തിയായി തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകണം. ഈ ലൈവുകളെല്ലാം ഞങ്ങളുടെ വീഡിയോ സെക്ഷനിൽ ഉണ്ട്, അവിടെ പോയി ഇനിയും നിങ്ങൾക്ക് കാണാവുന്നതാണ്. പലരും സങ്കടത്തോടെയുള്ള ഇമോജികളൊക്കെ ഇടുന്നു. ഞങ്ങൾക്കും സങ്കടമുണ്ട്, പക്ഷേ ഇനി അങ്ങോട്ട് ഇത്തിരി തിരക്കിൻ്റെ സമയമാണ് എല്ലാവർക്കും എന്ന് തോന്നുന്നു. ജൂൺ സ്കൂളൊക്കെ തുറന്നു കഴിയുമ്പം എന്തായാലും ഉറപ്പായിട്ട് നമുക്ക് തിരിച്ചു വരാം ഇനിയൊരു പരിപാടിയുമായിട്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഏപ്രിൽ 18-ാം തീയതി ഒരാഴ്ചത്തേക്ക് എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു പരിപാടിയാണ്. ഇപ്പോൾ 50 ദിവസങ്ങളിൽ കൂടുതലായോ എന്ന് തോന്നുന്നു. 1.5 മാസം കടന്ന് പോകുന്നു. പോകരുതേ എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അജിത് രാജ്, നൂർജ, റംസീന നസ നല്ല പ്രോഗ്രാമായിരുന്നു, മിസ് യു ഗൈസ് എന്ന് പറയുന്നു. ഞങ്ങൾ തിരിച്ചു വരും റംസീന, ഉറപ്പായിട്ടും തിരിച്ചു വരും. ഞങ്ങൾ ഒരു ബ്രേക്കിന് ശേഷം ഉറപ്പായിട്ടും തിരിച്ചു വരും. അതുവരെ നിങ്ങൾ കൂട്ടക്ഷരങ്ങൾ പേജ് സപ്പോർട്ട് ചെയ്യുക. ഇവിടെ കൂട്ടക്ഷരങ്ങൾ പേജിൽ ഇതുവരെയും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരൊക്കെ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഈ പേജ് പരിചയപ്പെടുത്തി കൊടുക്കുക. വായനയിലേക്ക് കൂടി എല്ലാവരും കടന്നു വരിക. നിങ്ങളെല്ലാവരും എഴുതുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഒത്തിരി സ്നേഹം, നന്ദി. വളരെയധികം സന്തോഷമുണ്ട് ഇനി ഈ പരിപാടി ഒരു വൻ വിജയമാക്കി തീർത്തതിന്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും സ്നേഹം. ഈ കൂട്ട് ഇങ്ങനെ മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം. അജിത് രാജ് ചോദിക്കുന്നു, എന്തിനാ മിസ് ചെയ്യുന്നത്? കൂട്ടക്ഷരങ്ങളുണ്ട് തോന്നുന്നു. വളരെ ശരിയാണ്. കൂട്ടക്ഷരങ്ങൾ എവിടെയും പോകുന്നില്ല, ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഈ ലൈവ് പ്രോഗ്രാം മാത്രം കുറച്ച് നാളത്തേക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തുടർന്ന് കൂട്ടക്ഷരങ്ങളിൽ കാണാം എല്ലാവർക്കും. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയുള്ള പരിപാടികളോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെയോ അല്ലെങ്കിൽ പ്രകൃതി ദൃശ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും റീലുകളൊക്കെ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ കൂട്ടക്ഷരങ്ങളിലേക്ക് തന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ പേജിൽ ഫീച്ചർ ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പരിപാടികൾ അവതരിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളോട് പറയുക. വിൽ മിസ് യു ഓൾ എന്ന് ശ്രീദേവി നമ്പ്യാർ പറയുന്നുണ്ട്. സ്കൂളൊക്കെ തുറന്ന് സെറ്റാകട്ടെ, എന്നിട്ട് ഒരു ദിവസം ഞങ്ങളങ്ങ് വരാം, പിന്നെയും വരാം എന്ന് പവിത്ര ഉണ്ണി പറയുന്നുണ്ട്. അതെ, ഞങ്ങൾ ഇനിയും തിരിച്ചു വരും. കമൻറ്റ് ബോക്സ് ഫ്രണ്ട്സിൻ്റെ മിസ്സാകും എന്ന് റംസിന നാസർ പറയുന്നു. ഇല്ലല്ലോ, എല്ലാവരും കൂട്ടക്ഷരങ്ങളിലേക്ക് വരും. അവിടെ നമുക്ക് ഇനിയും ഇഷ്ടംപോലെ ബ്ലോഗുകൾ, കുഞ്ഞു കാര്യങ്ങൾ, റീൽസ് ഒക്കെ നമ്മൾ അവിടെയും കൊടുക്കുന്നുണ്ട്. ശ്രീദേവി നമ്പ്യാർ, ഞാനൊന്ന് പച്ച പിടിച്ച് വരുമായിരുന്നു എന്ന് പറയുന്നു. തിരിച്ചു വരാം നമ്മൾ. ജിഷ, റജു, റംസീന നാസർ എല്ലാവരും പ്രോഗ്രാം ഒത്തിരി നല്ലതായിരുന്നു എന്ന് പലരും പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഇവിടെ പ്രോഗ്രാം അവതരിപ്പിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്, അവരുടെ എല്ലാം പേരിലും. അപ്പോൾ എൻ്റെയും പവിത്രയുടെയും പേരിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞതുകൊണ്ട് വളരെയധികം സന്തോഷത്തോടു കൂടി ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഉടനെ തന്നെ തിരിച്ചു വരാം. താങ്ക് യു.